Hello students. അപ്പോൾ ഇന്ന് നമ്മൾ JEE Main 2024 സെഷൻ 1 ജനുവരി 30 സെഷൻ 1 മോർണിംഗ് ഷിഫ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമറി കോയിൽ ഓഫ് ട്രാൻസ്ഫോമർ ഈസ് കണക്റ്റഡ് ടു 220 വോൾട്ട് AC. Primary and secondary turns is 100 and 10 respectively. Then secondary coil transformers connected to series resistance shown figure. The output voltage V0. നമുക്ക് കാണേണ്ടത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കണേ, ഈ കാണുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് കാണണമെങ്കിൽ ഇനി വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ടാകുന്ന ഈ കാണുന്ന സെക്കൻഡറി കോയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് കാണണം. ശ്രദ്ധിക്കണേ, സെക്കൻഡറി കോയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യണം, കാണണം. അപ്പോൾ സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് കാണണമെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് നൽകുന്നത് നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. ഓർത്തിരിക്കണം, നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. സോ അങ്ങനെയെങ്കിൽ നമുക്കറിയാം നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഈസ് ഈക്വൽ ടു VP ഡിവൈഡഡ് ബൈ VS ആണെന്നറിയാലോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് 100 ആണ്, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി 10 ആണ്. പറഞ്ഞ VP സെക്കൻഡറി പ്രൈമറി സൈഡിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് 220 വോൾട്ടേജ് ആണ്, ഡിവൈഡഡ് ബൈ നമുക്കറിയാം വോൾട്ടേജ് അക്രോസ് ദി സെക്കൻഡറി. സോ E0 ക്യാൻസൽ, E0 ക്യാൻസൽ. സോ വോൾട്ടേജ് അക്രോസ് ദി സെക്കൻഡറി ഈസ് 22 വോൾട്ട്. ഓർത്തിരിക്കണം, സെക്കൻഡറി സൈഡിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് എത്രയാ, 22 വോൾട്ടേജ് ആണ്. അപ്പോൾ ഓർത്തിരിക്കണേ, ഈ കാണുന്ന ഇതിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന വോൾട്ടേജ് 22 വോൾട്ടേജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കാം, ഇതിലൂടെ പോകുന്ന കറണ്ട് നമുക്ക് കാണാലോ മക്കളെ. കറണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വോൾട്ടേജ് കിട്ടും. പറഞ്ഞേ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം I ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, V/R ആണ്. V എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സൈഡിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് 22 ഡിവൈഡഡ് ബൈ R മീൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് 15 + 7K എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 22 കിലോ ഓം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 22 ക്യാൻസൽ, ദാറ്റ് ഈസ് we can say the answer is 1 milliampere. ഓർത്തിരിക്കണം, നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര ആയിരിക്കും, 1 milliampere ആണ്. ക്ലിയർ ആണല്ലോ, ഓർത്തിരിക്കണം 1 milliampere is the right answer. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ, കറണ്ട് കിട്ടുന്നത് 1 milliampere ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 1 milliampere ആണെന്ന് കിട്ടിയല്ലോ. ആ സർക്യൂട്ട് ഈ റെസ്റ്റിലൂടെ പോകുന്ന കറണ്ടും എത്ര തന്നെയാണ്, 1 milliampere. അങ്ങനെയാണെങ്കിൽ ആ 7 വോൾട്ടേജ് അല്ലെങ്കിൽ 7 റെസിസ്റ്ററിന് അക്രോസ് അല്ലെങ്കിൽ 7 കിലോ ആമിന് അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് VO. ഓക്കെ, അപ്പോൾ വി ക്യാൻ സേ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, IR. അപ്പോൾ I ഈസ് ഈക്വൽ ടു എത്രയാ, 1 × 10⁻³ ആംബിയർ ആണ്, ഇൻറ്റു R എന്ന് പറഞ്ഞാൽ എത്രയാ, 7 × 10⁻³ 7 കിലോ ഓം ആണ്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. സോ ദി റൈറ്റ് ആൻസർ ഈസ് 7 വോൾട്ടേജ് ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 7 വോൾട്ടേജ് ആണ്. സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 insulated loop A and B of radius A carrying a current of I in the anti-clockwise direction as shown in figure. The magnitude of the magnetic induction at the center will be. നോക്കണം, നമുക്കറിയാം ഈ എ എന്ന് പറഞ്ഞ സർക്കുലർ ലൂപ്പിന്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെ ഔട്ട്വേർഡ് ആയിരിക്കും എന്ന് നമുക്കറിയാം. അതാണ് B1 മാഗ്നറ്റിക് ഫീൽഡ്. ഈ കാണുന്ന B എന്ന് പറഞ്ഞ സെക്കൻഡ് സർക്കുലർ ലൂപ്പിന്റെയും ആ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് B2 ആണ്. ഓർത്തിരിക്കണേ, ഇവിടെ B1ഉം അതേപോലെ തന്നെ B2ഉം എന്തായിരിക്കും, ഈക്വൽ ആണ്. സെയിം കറണ്ട് ആണ്, റേഡിയസും തന്നെയാണ്, സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്. അപ്പോൾ ഇതിന്റെ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും നമുക്ക് ഉണ്ടാകുന്ന B നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സോ വി വാണ്ട് ടു സോൾവ് യൂസിങ് ദി വെക്റ്റർ. നോക്കണേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു പറഞ്ഞു നോക്കി, റൂട്ട് ഓഫ് എന്ത് വരും, B² + B², ദാറ്റ് ഈസ് ഈക്വൽ ടു √2B ഈസ് ദി നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. ഓർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സർക്കുലാർ കോയിൽ അല്ലെങ്കിൽ ഒരു സർക്കുലാർ ലൂപ്പ് കാരണം അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, μ0 I ഡിവൈഡഡ് ബൈ 2A. μ0 I ഡിവൈഡഡ് ബൈ 2A. Therefore, net magnetic field is equal to
റൂട്ട് ടു ബി. ബി എന്ന് പറഞ്ഞാൽ മ്യൂ 0 ഐ ഡിവൈഡഡ് ബൈ 2a ആണ്. സോ വി ക്യാൻ ക്യാൻസൽ റൂട്ട് ടു ആൻഡ് 2. സോ ദി ഫൈനൽ ആൻസർ ബി നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ ബൈ റൂട്ട് 2a. മ്യൂ 0 ഐ ബൈ റൂട്ട് 2a is the right answer. Clear ആണല്ലോ? Yes. So next question number 3. An electric toaster has a resistance 60 ohm at room temperature 27 degrees Celsius. The toaster is connected to a 220 voltage supply. If the current flowing through it reaches 2.75 ampere, the temperature attained by the toaster is around. So we want to find the temperature of the toaster. അങ്ങനെയാണെങ്കിൽ we can use the equation resistance which depends on temperature. Okay, so here given I is equal to 2.75 ampere and voltage is equal to 220 volt is given. Voltage is equal to 220 volt. So we can find the new resistance. R is equal to V by I. V is equal to 220 divided by 2.75. That is approximate. That is equal to 80 ohm is the resistance. ഓർത്തിരിക്കണം, ഇവിടെ നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് എത്രയാണ്? 80 ohm റെസിസ്റ്റൻസ് ആണ്. So here is also given the old resistance. Therefore our equation is R new is equal to R old into 1 plus alpha delta t. So this is the equation which depend on the resistance which depends on temperature. നോക്കണേ, അപ്പോൾ റെസിസ്റ്റൻസ് ആർ ന്യൂ എന്ന് പറഞ്ഞാൽ 80 ohm ആണ്, ആർ ഓൾഡ് 60 ohm ആണ്. 1 പ്ലസ് ആൽഫ ഈസ് ഓൾസോ ഗിവൺ ദാറ്റ്. ആൽഫ തന്നിട്ടുണ്ട് എത്രയാ? 2 into 10⁻⁻⁴ ആണ്. ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ടി. ഡെൽറ്റ ടി ഈസ് ദി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ ഈ 0 ക്യാൻസൽ. സോ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ്സ് 8 and 6 ക്യാൻ ഓൾസോ ബി ക്യാൻസൽ. 4 ഹിയർ 3. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നോക്കി 4/3 ഈസ് ഈക്വൽ ടു 1 + 2 into 10⁻⁻⁴ ഡെൽറ്റ ടി എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ദി ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1666.67 is the delta t. ഓർത്തിരിക്കണേ, ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഡെൽറ്റ ടി ഈസ് അപ്രോക്സിമേറ്റ് അല്ലേ? 4.3 എന്ന് പറഞ്ഞാൽ 1 point something വരുന്നത്. സോ ദറ്റ്സ് 1. യെസ്, സോ ഇറ്റ്സ് വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി 166.67 is the delta t. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ നോക്കിയ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. പറഞ്ഞ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ മീൻസ് ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 166.67 ഡിഗ്രി സെൽഷ്യസ്. Therefore T is equal to 166.67 plus 27. Therefore the final temperature is equal to 1694 degree Celsius. ഓർത്തിരിക്കണം, 1694 degree Celsius is the right answer. So option A is the right answer. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നോക്കി, എ സീരീസ് LR സർക്യൂട്ട് കണക്റ്റഡ് വിത്ത് എ സോഴ്സ് whose EMF is equal to 25 sin 1000t has a power factor of 1/√2. If the source of EMF is changed to E 20 sin 2000t volt, the new power factor of the circuit will be. So we want to find the new power factor. So we can use the impedance triangle. ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇംപിഡൻസ് ട്രയാങ്കിൾ ആണ്. ഈ കാണുന്നതാണ് ഫൈ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം R and it is the XL and is the Z. Here given that the power factor is 1/√2. So നമുക്കറിയാം cos phi is equal to R/Z ആണ്. That is equal to 1/√2. നോക്കണേ, cos phi is equal to 1/√2 ആണ്. അപ്പോൾ കോസ് ഫൈൻ്റെ വാല്യൂ 1/√2 ആണെങ്കിൽ ഇനി ഇവിടെ നോക്കി നോക്കി, ഇവിടുന്ന് നമുക്ക് പറയാം Z is equal to √2R. Z is equal to √2R. ശ്രദ്ധിക്കണം, ഈ ഇംപിഡൻസ് ട്രയാങ്കിൾ നമുക്ക് Z കാണാം. Z is equal to എത്രയായിരിക്കും? √R² പ്ലസ് ω L² ആയിരിക്കും. ശ്രദ്ധിക്കണേ, ω L² എന്ന് വരും.
that is equal to root 2r. ഓക്കെ, ഇവിടെ റൂട്ട് 2r. അങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഈ കാണുന്ന സെഡിന്റെ വാല്യൂ റൂട്ട് 2r കിട്ടണമെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം ഒമേഗ എൽ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ആർ. പറഞ്ഞ ഒമേഗ എൽ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ആർ. സോ ഓർത്തിരിക്കണം, ഒമേഗ എൽ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ആർ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ ആണല്ലോ. യെസ്. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സെക്കൻഡ് ഇംപിഡൻസ് ട്രയാങ്കിളിലേക്ക് പോവാണേ. നോക്കി, ഇതാണ് നമ്മുടെ അടുത്ത ഇംപിഡൻസ് ട്രയാങ്കിൾ. ഇതാണ് നമ്മുടെ കോസ് ഫാക്ടർ. സോ ശ്രദ്ധിക്കണം, ഫോം ഫാക്ടർ. സോ യു ഹാവ് ടു ഫൈൻഡ് ദി പവർ ഫാക്ടർ. പവർ ഫാക്ടർ ആണ് കാണേണ്ടത്. നോക്കി, ഇവിടെ നമുക്കറിയാം ഇതാണ് സെഡ്, ഇവിടെ നമുക്ക് കിട്ടുന്നത് ആറ്. ഓക്കെ, ഹിയർ ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ ഉണ്ടാകുന്ന ഒമേഗ എന്ന് പറഞ്ഞാൽ 1000 ആയിരുന്നു. ഫൈനലി ദാറ്റ് ഈസ് ചേഞ്ചസ് ടു 2000. ദാറ്റ് മീൻസ് 2 ഒമേഗ. ഓർത്തിരിക്കണം. അപ്പോൾ ഹിയർ വി ഒബ്റ്റെയിൻ ദാറ്റ് എക്സൽ ഈസ് ഈക്വൽ ടു 2 omega L, that is equal to 2R. Omega L is the R. Omega L is R. Omega L R ആണ്. അപ്പോൾ XL here 2R ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ we can find the Z. പറഞ്ഞേ, Z ന്റെ വാല്യൂ നമുക്ക് കിട്ടും. എത്രയാ? Z is equal to root of R square plus 2R whole square, that is equal to root 5R is the Z. Z is equal to root 5R. അപ്പോൾ Z is equal to root 5R ആണ് കിട്ടുന്നത്. അപ്പോൾ Z is equal to root 5R ആണെങ്കിൽ ഈ കാണുന്ന ഇംപിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് കോസ് 5 കാണാം. കോസ് 5 is equal to R by Z. Z എന്ന് പറഞ്ഞാൽ റൂട്ട് 5R ആണ്. സോ R ക്യാൻസൽ. സോ 1 by root 5 is the new impedance, new power factor. ഓർത്തിരിക്കണം, new power factor is equal to 1 by root 5. ക്ലിയർ ആണല്ലോ? യെസ്, വെരി ഗുഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ. ഓക്കെ, ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടുന്ന് നമുക്ക് വളരെ കൃത്യമാണ്. ഹിയർ ഗിവൺ എസ് എ തെർമോഡൈനാമിക് പ്രോസസ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ദ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഫോർ പ്രോസസ് എ ആൻഡ് ബി ആർ CA ആൻഡ് CB. ഓർത്തിരിക്കണം, CA ആൻഡ് CB. ദ മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, നമുക്കിവിടെ കണ്ടത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി at the constant pressure and constant volume are represented by Cp and Cv respectively. Choose the correct statement from this. ഇവിടെ നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കാണണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ ലോഗ് പിയും ലോഗ് വിയുമാണ് തന്നിരിക്കുന്നത്. ലോഗ് പിയും അതേപോലെ തന്നെ ലോഗ് വിയും തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതിന്റെ സ്ലോപ്പ് കണ്ടു നോക്കാം. സോ എ എന്ന് പറഞ്ഞ പ്രോസസിന്റെ സ്ലോപ്പ് ടാൻ ഇൻവേഴ്സ് ഗാമയാണെന്നും രണ്ടാമത്തേത് 40 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം സ്ലോപ്പ്. ഓക്കെ, സോ ഫസ്റ്റ് ഫോർ പ്രോസസ് എ നോക്കണേ, ഫോർ എ. അപ്പോൾ എ എന്ന് പറഞ്ഞ പ്രോസസ്സിന് നമുക്കറിയാം അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ലോഗ് പി ഡിവൈഡഡ് ബൈ ലോഗ് വി ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഗാമ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം ലാൻ പി ഡിവൈഡഡ് ബൈ ലാൻ വി ഈസ് ഈക്വൽ ടു ഗാമ എന്ന് വരും. നോക്കണേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ലാൻ പി ഈസ് ഈക്വൽ ടു ഗാമ ലാൻ വി. ദെർഫോർ നമുക്ക് പറയാം പി ഈസ് ഈക്വൽ ടു വി റേസ് ടു ഗാമ. ഓർത്തിരിക്കണേ, ഇവിടെ നമുക്ക് എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് പി ഈസ് ഈക്വൽ ടു വി റേസ് ടു ഗാമ എന്ന് കിട്ടും. ഓർത്തിരിക്കണം, പി ഈസ് ഈക്വൽ ടു വി റേസ് ടു ഗാമ. ക്ലിയർ ആണല്ലോ? പി ഈസ് ഈക്വൽ ടു വി റേസ് ടു ഗാമ, ദാറ്റ് ഈസ് ഈക്വൽ ടു പി വി റേസ് ടു മൈനസ് ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് ഗാമ. ഓർത്തിരിക്കണം, എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു വി നോ ദാറ്റ് ഫോർ പോളിട്രോപ്പിക് പ്രോസസ് ആണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ഇക്വേഷൻ നമുക്കറിയാം. സി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ്. ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ. അപ്പോൾ സി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഫോർ എ, പ്രോസസ് എ, സി വി പ്ലസ് R divided by 1 minus gamma, that is 1 plus gamma is the CA. ഓർത്തിരിക്കണം, ഇതാണ് നമുക്ക് CA കിട്ടുന്നത്. എ എന്ന് പറഞ്ഞ പ്രോസസ്സിനുള്ള CA ആണ്. ഇനി ബി എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി, ബി എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സ്ലോപ്പ് നമുക്കറിയാം ലാൻ പി ഡിവൈഡഡ് ബൈ ലാൻ വി ഈസ് ഈക്വൽ ടു ടാൻ 45 ആണ്. ദിറ്റ്സ് വാല്യൂ ഈസ് 1. ടാൻ 45ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് പറയാം പി ഈസ് ഈക്വൽ ടു വി, ദാറ്റ് ഈസ് പി വി റേസ് ടു മൈനസ് 1 ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ഓൾസോ എ പോളിട്രോപ്പിക് പ്രോസസ്. പറഞ്ഞ പോളിട്രോപ്പിക് പ്രോസസ് ആണെങ്കിൽ നമുക്കറിയാം സി ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? സി വി പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് അല്ലേ. സോ നമുക്ക് കിട്ടുന്നത് എൻ എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സിൻ്റെ വാല്യൂ വരുന്നത് -1 ആണ്.
അപ്പോൾ എക്സിൻ്റെ വാല്യൂ -1 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് -1 എടുക്കുമ്പോൾ +2. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് CV + R ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. CV + R ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആണല്ലോ? അപ്പോൾ CV + R ഡിവൈഡഡ് ബൈ 2 എന്നും കിട്ടുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഇതിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. സോ നമുക്ക് അറിയേണ്ടത് 3 ഇക്വേഷൻ. CA നമുക്ക് കിട്ടി, CB നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം CV അവിടെ ഇരിക്കട്ടെ, CV തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, CP അക്കോർഡിംഗ് ടു മേയേഴ്സ് ലോ CV + R. ഇതാണ് 3 റിലേഷൻ. CA കിട്ടി, CB കിട്ടി, CV കിട്ടി, CP കിട്ടി. ഇനി ഇതിനെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നേരെ നോക്കിക്കേ, എന്തായിരുന്നാലും ഓപ്ഷൻ എ ആൻസർ അല്ല. ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം വെരി സ്മോൾ CV ആയിരിക്കും ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ. പിന്നെയോ അതിനുശേഷം ആരായിരിക്കും പറഞ്ഞേ, ഇവിടെ നമുക്ക് എന്ത് വരും, CA, ദെൻ ആരായിരിക്കും CB ആണോ, ദെൻ CB R/2 ആണ് വരുന്നത്. ദെൻ ആരായിരിക്കും CP. ഓർത്തിരിക്കണം, ഈ റിലേഷൻ വരുന്ന ഓപ്ഷൻ നമുക്ക് എന്തില്ല, ഈ ഓപ്ഷനിൽ കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഓർത്തിരിക്കണം. സോ നോ ആൻസർ ഇൻ ദിസ് ഓപ്ഷൻ. ക്ലിയർ അല്ലേ? ഓർത്തിരിക്കണം, ഇതാണ്. സോ ഇറ്റ്സ് മേ ബി എ ബോണസ്. ഓക്കെ, നമുക്ക് നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. So next question, the ratio of magnitude of kinetic energy of the potential energy of electron in the 5th orbit. Yes. So ഇവിടെ നമുക്ക് കാണേണ്ടത് kinetic energy potential energy ratio ആണ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്കറിയാം kinetic energy is equal to minus potential energy divided by 2. So it is a relation between kinetic energy and potential energy. Therefore, we can say the magnitude of kinetic energy is equal to magnitude of potential energy by 2. Therefore, the right answer is kinetic energy divided by potential energy is equal to 1/2. So 1/2 is the right answer. Okay, 1/2 ആണ് നമ്മുടെ correct answer. Next question പോകാം. So it is another question based on the dimension. So നമുക്ക് നോക്കാം. So first question, the coefficient of viscosity, dimension of coefficient of viscosity. പറഞ്ഞേ എങ്ങനെയാ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിന്റെ ഡയമെൻഷൻ കാണാം. നമുക്കറിയാം ഈറ്റ, F is equal to 6π ഈറ്റ VR ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടുന്ന് ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം F ഡിവൈഡഡ് ബൈ VR. 6π ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് ഡയമെൻഷൻ ഉണ്ടാവില്ല. ഫോഴ്സ് ഡയമെൻഷൻ നമുക്കറിയാം MLT⁻², വെലോസിറ്റി LT⁻⁻1, R is the length, L is the dimension. സോ ഇവിടുന്ന് എന്ത് ചെയ്യും, ഈ കാണുന്ന എല്ലും ഈ എല്ലും ക്യാൻസൽ ആയിപ്പോയി. സോ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ പറഞ്ഞു നോക്കിയോ. ഫൈനൽ ആൻസർ ഈറ്റ, ഡയമെൻഷൻ ഓഫ് ഈറ്റ ഈസ് ഈക്വൽ ടു ML⁻⁻1 T⁻⁻1 ML⁻⁻1 T⁻⁻1 ML⁻⁻1 T⁻⁻1. ഓർത്തിരിക്കണം, A tends to 3. അപ്പോൾ A tends to 3 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ നമുക്കിതിൽ കാണാനുള്ളൂ. സോ ഓപ്ഷൻ A ആയിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് എന്തായാലും ബാക്കിയുള്ള ഡയമെൻഷൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈറ്റ കണ്ടു. നെക്സ്റ്റ് സർഫസ് ടെൻഷൻ ആണ്. സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം എന്തായിരിക്കും, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, ആണല്ലോ. F/L ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫോഴ്സിൻ്റെ ഡയമെൻഷൻ MLT⁻² ഡിവൈഡഡ് ബൈ L. അപ്പോൾ നമുക്ക് കിട്ടുന്നത് MT⁻². ആണ്. അപ്പോൾ നെക്സ്റ്റ് വൺ MT⁻². സോ സെക്കൻഡ് B/4. യെസ്, റൈറ്റ്. നെക്സ്റ്റ് ആങ്കുലാർ മൊമെൻറ്റം L is equal to MVR ആണല്ലോ. പറഞ്ഞ M എന്ന് പറഞ്ഞ മാസ് M ആണ്, വെലോസിറ്റി LT⁻⁻1, L is the distance, R is the radius, so L is the dimension. Therefore, L is equal to ML² T⁻⁻1, ML² T⁻⁻1. So angular second one, so C tends to second one. And final, that is rotational kinetic energy. Rotational kinetic energy is equal to half I omega square. നമുക്കറിയാം ഹാഫിന് ഡയമെൻഷൻ ഇല്ല, ഐന് ഡയമെൻഷൻ നമുക്കറിയാം ML² ആണ്. അപ്പോൾ ML² വരും. ഒമേഗ എന്ന് പറഞ്ഞാൽ V is equal to R ഒമേഗ. അപ്പോൾ ഒമേഗ is equal to V/R. V എന്ന് പറഞ്ഞാൽ LT⁻⁻1 ആണ്, ഡിവൈഡഡ് ബൈ എന്ത് വരും, L. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ T⁻⁻1ന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ T⁻⁻2 എന്ന് വരും. അപ്പോൾ ML² T⁻⁻2. സോ ഫസ്റ്റ് വൺ, സോ ഓപ്ഷൻ A ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ നമ്പർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് എനർജി ഇസ് ബേസ്ഡ് ഓൺ ദി ക്വസ്റ്റ്യൻ ഫ്രം ദി ഗ്രാവിറ്റേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഫ്രം ഗ്രാവിറ്റേഷൻ നോക്കാം.
എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എബവ് ദി സർഫസ് ഓഫ് എർത്ത് ഈസ് -5.12 into 10 raised to 7 joule per kg and the acceleration due to gravity at the point is 6.4 meter per second square. Assume that mean radius of earth is 6400 kilometer, then the height of this point above the earth surface is, so നമുക്ക് എർത്ത് സർഫസിന്റെ എബവ് ആയിട്ടുണ്ടാകുന്ന ഹൈറ്റ് h ആണ് കാണേണ്ടത്. നോക്കാം, എന്തായാലും തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം പൊട്ടൻഷ്യൽ എന്നിട്ടുണ്ട് v. പറഞ്ഞ മക്കളെ, പൊട്ടൻഷ്യൽ v is equal to -gm divided by r plus h ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൻ്റെ വാല്യൂ നമുക്ക് വന്നിട്ടുണ്ട് -5.12 into 10 raised to 7. മാത്രമല്ല ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നിട്ടുണ്ട്. പറഞ്ഞ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് g, നമ്മുടെ ഇക്വേഷൻ പറഞ്ഞ gm divided by r plus h ഹോൾ സ്ക്വയർ ആണല്ലോ. അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാ? 6.4 meter per second square ആണ്. യെസ്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിന് റേഷ്യോ കാണാൻ പോവാണ്. നോക്കി, ഞാൻ v/h റേഷ്യോ ഒന്ന് കണ്ടു നോക്കുകയാണ്. പറഞ്ഞ v/h റേഷ്യോ കാണുമ്പോൾ gm ക്യാൻസൽ, നെഗറ്റീവ് അപ്പുറത്ത് ഈ കാണുന്ന ഈ നെഗറ്റീവ് ക്യാൻസൽ ആയിപ്പോയി. സോ നമുക്ക് കിട്ടുന്നത് എന്ത് മാത്രം ഉണ്ടായിരിക്കും? r plus h എന്ന് കിട്ടുമല്ലേ? നോക്കണേ, r plus h ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ദാറ്റ് ഈസ് 5.12 into 10 raised to 7 divided by 6.4. നെഗറ്റീവുകളൊക്കെ ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് r plus h ഈസ് ഈക്വൽ ടു, നോക്കി ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ്സ് 0 ദാറ്റ് ഇസ് 512 ദാറ്റ് ഇസ് 0.8 കിട്ടും. ഇതിൻ്റെ വാല്യൂ ഏകദേശം 0.8 into 10 raised to 7 ആണ് നമുക്ക് r plus h കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് h കാണാമല്ലോ. ആറിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ് 6400 kilometer. സോ r plus h is equal to 0.8 into 10 raised to 7. So h is equal to 0.8 into 10 raised to 7 minus r is the answer. So h is equal to, നമുക്ക് 0.8 into 10 raised to 7 ആണ്. അതിനെ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ കാരണം തന്നിരിക്കുന്ന ഓപ്ഷൻ ഒക്കെ കിലോമീറ്റർ ആയതുകൊണ്ട് സോ വി ക്യാൻ കൺവേർട്ട് ഇറ്റ്സ് ആൻ അപ്രോക്സിമേറ്റ് 8000 kilometer. മൈനസ് എന്നുണ്ടായിരിക്കും 6400 kilometer. Therefore h is equal to 1600 kilometer is the right answer. ഓർത്തിരിക്കണം, 1600 kilometer ആണ് നമുക്ക് കിട്ടുന്ന h, the value of h. Okay, so next question. The work function of a substance is 3 eV, the longest wavelength of light that can cause the emission of photoelectrons from this substance v. So we want to find the wavelength. നമുക്കറിയാം വേവ്ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. എത്രയാ? 12400 divided by v. So v is given that 3 electron volt. So the right answer is 12400 divided by 3. Therefore the answer is 1233. That is 4 times then 1 and 3.3 Armstrong is the right answer. ഓർത്തിരിക്കണം, ഇത്രയും ആംസ്ട്രോങ് ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓർത്തിരിക്കണേ. So it is in the range of Armstrong. Therefore, so we know that the answer is 414 nanometer is the right answer. ആണല്ലോ. ഓർത്തിരിക്കണം, ഇവിടുന്ന് നമുക്ക് പറയാം ഇതിനെ നാനോമീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ 413.3 നാനോമീറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം, ഇതിന് അപ്രോക്സിമേറ്റ് ആയിട്ട് റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 414 നാനോമീറ്റർ ഈസ് ദി റൈറ്റ് ആൻസർ. ഓർത്തിരിക്കണേ. സോ 414 നാനോമീറ്റർ ഈസ് ദി ആൻസർ. Next question. The potential divider circuit shown figure, the output voltage V0 is. So we want to find this output voltage. അഥവാ ഈ കാണുന്ന രണ്ട് റെസിസ്റ്ററിൻ്റെയും ഈ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് V0. ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് കാണേണ്ടത്. ദാറ്റ് ഇസ് V0. നോക്കി, അപ്പോൾ അതിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് കാണണമെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ട് റീഡ്രോ ചെയ്യാം. നോക്കി, ഇവിടെ തന്നിരിക്കുന്ന വോൾട്ടേജ് 4 വോൾട്ടേജ് ആണ്. ഇത് സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് അതിനെ നമുക്ക് ആഡ് ചെയ്യാം. സോ നമുക്ക് കിട്ടുന്നത് 3000 എന്തായിരിക്കും? 500 ആയിരിക്കും അല്ലേ? 3.3 കിലോ ഓം, 100 ആൻഡ് 100. സോ 3500 ഓം റെസിസ്റ്റേഴ്സ് ആണുള്ളത്. പിന്നെയോ ഈ കാണുന്ന റെസിസ്റ്റേഴ്സ് സീരീസ് ആയതുകൊണ്ട് അവരും കൂടി നമുക്ക് ടോട്ടലായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര ഇരിക്കും? ദാറ്റ് ഈസ് 100 ദാറ്റ് ഇസ് 500 ഓം ആണ്. നോക്കിയേ, നമുക്ക് കാണേണ്ടത് ഇതിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന വോൾട്ടേജ് ആണ് കാണേണ്ടത്. ഈ വോൾട്ടേജ് ആണ് കാണേണ്ടത്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് കാണാലോ മക്കളെ. പറഞ്ഞു അപ്പോൾ ആദ്യം നമുക്ക് കാണാൻ പോകുന്നത് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കാണണം. പറഞ്ഞേ I = V/R ആണ്. പറഞ്ഞ V എന്ന് പറഞ്ഞ വോൾട്ടേജ് ഈസ് ഗിവൺ ദാറ്റ് 4 വോൾട്ടേജ് ആണ്. R എന്ന് പറഞ്ഞ ടോട്ടൽ റെസിസ്റ്റൻസ്. പറഞ്ഞ ഈ കാണുന്ന രണ്ട് റെസിസ്റ്റർ ഏത് കോമ്പിനേഷൻ ആയിരിക്കും? സീരീസ് കോമ്പിനേഷൻ ആണ്. ഈ രണ്ട് റെസിസ്റ്റേഴ്സ് ഏത് കോമ്പിനേഷൻ ആണ്? ഇത് സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3500 + 500 ദാറ്റ് ഈസ് 4000 ഓം ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1000 ആംപിയർ ഈസ് ദി കറണ്ട് ഫ്ലോ ത്രൂ ദി സർക്യൂട്ട്. ഈ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് 1/1000 ആണ്, അല്ലെങ്കിൽ 10⁻³ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെരി സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ കാണുന്ന ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കാണാമല്ലോ. പറഞ്ഞേ സോ V0 അതായിരിക്കും നമ്മുടെ ആൻസർ. പറഞ്ഞേ V0 = IR ആണ്. പറഞ്ഞേ I എന്ന് പറഞ്ഞാൽ 1/1000 ആണ്. R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് 500 ഓം ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന രണ്ട് സീറോസുകൾ ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് കിട്ടുന്നത് 0.5 വോൾട്ട് ഈസ് ദി റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ് വിച്ച് ടെമ്പറേച്ചർ the RMS velocity of hydrogen molecule equal to that of oxygen molecule at 47 degrees Celsius. ഓർത്തിരിക്കണം, ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്കറിയാം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം, നമുക്ക് നോക്കാം. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ ഇവിടെ തന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ VRMS of H2 is equal to VRMS of O2 ആണെന്നല്ലോ. പറഞ്ഞ RMS വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം √3RT1/m4H2 √3RT2/m4O2. ക്ലിയർ ആണല്ലോ? √3RT/m എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എം എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ വെയിറ്റ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ്. നോക്കാം. എന്തായിരുന്നാലും ഇവിടെ നമുക്ക് റൂട്ട് ക്യാൻസൽ ആയിപ്പോയി, 3R ക്യാൻസൽ ആയിപ്പോയി. therefore നമുക്ക് പറയാം T1 / mH2 is equal to T2 / mO2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് T1 ആണ് കാണേണ്ടത്. പറഞ്ഞ T1 is equal to mH2 / mO2 into T2. so the final answer പറഞ്ഞു നോക്കിയേ T1. മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഓക്സിജൻ നമുക്കറിയാം, ഹൈഡ്രജൻ നമുക്കറിയാം 2 ആണ്. ഓക്സിജൻ എത്രയായിരിക്കും? 32 ആണ്. ഇൻറ്റു ടെമ്പറേച്ചർ ഇസ് ഗിവൺ ദാറ്റ് 47 ഡിഗ്രി സെൽഷ്യസ് ആണ്. കെൽവിനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 320 കെൽവിൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 32 ക്യാൻസൽ. അപ്പോൾ T1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 20 കെൽവിൻ ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ചോയ്സ്. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അറ്റ് എ ഡിസ്റ്റൻസ് ആർ വേരീസ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാമായിരുന്നു ഒരു ഡൈപോൾ കാരണമായിട്ടുണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിരുന്നു. എന്താണ്? KP cos θ / R², അഥവാ P ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താ നമുക്ക് കിട്ടുന്നത്? R² ആണ്. ഓർത്തിരിക്കണേ, V ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² ആണ്. വേഗം പോയി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R എന്ന് റെപ്രസെൻറ്റ് ചെയ്യരുത്, ശ്രദ്ധിക്കണം. സോ എ ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നോക്കി. യങ്സ് മോഡുലസ് ഓഫ് എ മെറ്റീരിയൽ ഓഫ് വയർ ഓഫ് ലെങ്ത് L ആൻഡ് ക്രോസ് സെക്ഷൻ ഏരിയ ഈസ് A. Okay, and Young's modulus is y. The length of the wire is doubled and cross section area is halved. The Young's modulus എന്ത് തന്നെ ആയിരിക്കും? Y തന്നെ ആയിരിക്കും. കാരണം Young's modulus of a material is only depends on ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? മെറ്റീരിയലിനെയാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ മെറ്റീരിയലിന് ചേഞ്ച് ഇല്ല. അപ്പോൾ ലെങ്ത്തും ഏരിയയും മാറ്റം വന്നതിൽ യാതൊരു കാര്യമില്ല. Young's modulus തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The electric field of electromagnetic waves E is equal to E0 cos omega t. ഈ കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് കാണേണ്ടത്. ബി കാണണം. പറഞ്ഞു നോക്കി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബി കാണാം. എന്തായിരുന്നാലും ഈ കാണുന്ന വേവ് എന്തായിരിക്കും? സെയിം ഡയറക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ പ്ലെയിനിലൂടെ ആയിരിക്കും മൂവ് ചെയ്യാം, ആണല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് തന്നിരിക്കുന്നത് E0 cos omega t minus kz i cap ആണല്ലോ.
പക്ഷേ ഇവ ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യണം, B0 കാണണം. B0 കോസ് എന്താ കിട്ടുന്നത്, ഒമേഗ ടി എന്ത് തന്നെ ആയിരിക്കും, -KZ. പക്ഷെ ഡയറക്ഷൻ എന്തായിരിക്കും, പ്ലെയിന് മാറും. പക്ഷെ B0 കാണണം മക്കളെ. എങ്ങനെ B0 കാണാം, നമുക്കറിയാം B0 അല്ലെങ്കിൽ E0/B0 ഈസ് ഈക്വൽ ടു C ആണെന്നറിയാലോ. അപ്പൊ ഇവിടുന്ന് നമുക്ക് B0 കിട്ടും. പറഞ്ഞ B0 ഈസ് ഈക്വൽ ടു E0/C ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ B ഈസ് ഈക്വൽ ടു E0/C ഇൻറ്റു cos ഒമേഗ ടി മൈനസ് KZ J cap is the right answer. So option C is the right ആൻസർ. ഓർത്തിരിക്കണം, ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഉള്ളത്. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി യു മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദി ഹൊറിസോണ്ടൽ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെന്റം പ്രൊജക്റ്റൈൽ എബൌട്ട് ദി പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ, അത് പാർട്ടിക്കിൾ ദി മാക്സിമം ഹൈറ്റ്. നോക്കിയേ, അപ്പോൾ ഇതൊരു പ്രൊജക്റ്റൈൽ മോഷൻ ആണ്. ശ്രദ്ധിക്കുക, ഒരു ബോഡിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, പ്രൊജക്റ്റ് ചെയ്യാൻ പോവാണ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി. 30 ഡിഗ്രിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യു എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ആംഗുലാർ മൊമെന്റം കാണാൻ പറഞ്ഞത് അത് മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം ഹൈറ്റിനെ എച്ച് എന്ന് വിളിച്ചു. മാക്സിമം ഹൈറ്റിൽ നമുക്കറിയാം ആ വെലോസിറ്റിക്ക് ഒരു കമ്പോണന്റ് മാത്രമേ ഉണ്ടാകുള്ളൂ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അത് എത്രയായിരിക്കും, യു കോസ് 30 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു U√3/2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കേ, ആ പോയിന്റിലേക്ക് ഉണ്ടാകുന്ന ആംഗുലാർ മൊമെന്റം ആണ് കാണേണ്ടത്. പറഞ്ഞേ, ആ മാക്സിമം ഹൈറ്റ്, ആ പോയിന്റിൽ ഉണ്ടാകുന്ന ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരിക്കും എന്നറിയോ, MV, ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ എത്രയായിരിക്കും, H ആയിരിക്കും. MV_R മീൻസ് ഹിയർ ഇറ്റ്സ് H. അറ്റ് മാക്സിമം ഹൈറ്റിൽ H ആണ് നമ്മൾ എടുക്കേണ്ടത്, H മാക്സ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു ആംഗുലാർ മൊമെന്റം M അവിടെ ഇരിക്കട്ടെ, മാസ് M തന്നെയാണ്. ക്വസ്റ്റ്യനിൽ മാസ് M തന്നെയാണ്. V എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്. പറഞ്ഞ വെലോസിറ്റി എത്ര നമുക്ക് കിട്ടുന്നത്, ആ മാക്സിമം ഹൈറ്റിൽ ഉണ്ടാകുന്ന വെലോസിറ്റി U√3/2 ആണ്. H എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ് ആണ്. പറഞ്ഞ H മാക്സിമന്റെ ഇക്വേഷൻ U² sin² 30/2g ആണല്ലോ. sin² sin 30ന്റെ വാല്യൂ നമുക്കറിയാം 1/2 ആണല്ലോ. അതിന് റൂട്ട് 1/4 ആണല്ലോ. അപ്പോൾ H മാക്സിമ എന്ന് പറഞ്ഞാൽ U² എന്തുണ്ടായിരിക്കും, 8g ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് U²/8g വരും. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ മൊമെന്റം ഈസ് ഈക്വൽ ടു, പറഞ്ഞ എത്ര ആംഗുലാർ മൊമെന്റം ഇക്വേഷൻ കിട്ടുന്നത്, mu³ √3/16g. ഓർത്തിരിക്കണം, ദാറ്റ് ഇസ് എ ഫൈനൽ ആൻസർ. ഓർത്തിരിക്കണേ, നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്, √3m³ / 16g is the ആൻസർ. ക്ലിയർ ആണല്ലോ? ശ്രദ്ധിക്കണം, ഇതാണ് നമുക്ക് ആംഗുലാർ മൊമെന്റം അറ്റ് മാക്സിമം ഹൈറ്റിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് the diffraction pattern of a light of wavelength 400 nanometer diffracting from a slit of width 0.2 millimeter is focused on the focal plane of a convex lens of focal length 100 centimeter. The width of first secondary maxima will be, width of first secondary maxima ആണ് കാണാൻ പറയാനുള്ളത്. So first secondary maxima പറഞ്ഞേ, ഫസ്റ്റ് സെക്കൻഡറി മാക്സിമന്റെ വിഡ്ത്ത് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏത് ഇക്വേഷൻ, λd/a. ഓക്കെ, ഇവിടെ ഫോക്കൽ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പറയാം, സോ ഇറ്റ് ഈസ് ദി λf/a എന്ന് പറഞ്ഞൊരു ഇക്വേഷനും കൂടി പഠിച്ചിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ഫോക്കൽ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ പറയാം, ലാംഡ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ലാംഡ, 400 നാനോമീറ്റർ ആണ്, 10⁻⁻⁹. പറഞ്ഞേ എ ഫോക്കൽ ലെങ്ത് 100 സെൻറ്റിമീറ്റർ, ദാറ്റ് മീൻസ് 1 മീറ്റർ ആണ്. ഓക്കെ, ഇവിടെ 0.2 മില്ലിമീറ്റർ, ദാറ്റ് ഈസ് 10⁻⁻³ മീറ്റർ ആണ്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ 0 zeros ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് ഇവിടെ കിട്ടുന്നത് ദിസ് ഈസ് 2 × 10⁻⁻7 ഡിവൈഡഡ് ബൈ 10⁻⁻4. സോ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 × 10⁻⁻3 ആണ് കിട്ടുന്നത്. അത്രയും മീറ്റർ ആണ്. ആണല്ലോ? ഓർത്തിരിക്കണേ, വിച്ച് ഈസ് ഈക്വൽ ടു 2 millimeter. ഓർത്തിരിക്കണം, അതിൻ്റെ ആൻസർ എത്രയാ, 2 millimeter ആണ് ദ റൈറ്റ് ചോയ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദിസ് വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞ സെക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം.
നോക്കി ഈ ഒരു ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എ പാർട്ടിക്കിൾ ഈസ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ് എ ഓഫ് എ ഫ്രിക്ഷൻലെസ് ട്രാക്ക് എ ബി സി ആസ് ഷോൺ ഫിഗർ. ഇറ്റ് ഈസ് ജെന്റ്ലി പുഷ്ഡ് ത്രൂ ടുവേർഡ്സ് റൈറ്റ് ദ സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ വെൻ റീച്ചസ് ദി പോയിന്റ് ബി. അപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന സ്പീഡാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാകുന്ന സ്പീഡ് കാണണം. നോക്കി നമുക്ക് എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. അക്കോർഡിംഗ് ടു എനർജി കൺസർവേഷൻ ദ ടോട്ടൽ എനർജി അറ്റ് പോയിന്റ് എ ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് പോയിന്റ് ബി. പറഞ്ഞേ, എ എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് എനർജി മാത്രമേ ഉണ്ടാകുള്ളൂ? പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടാകുള്ളൂ. എം ജി എച്ച്. എച്ചിൻ്റെ വാല്യൂ എത്രയാ? 1 എം ജി എച്ച്. അവിടെ കൈനറ്റിക് എനർജി 0യാ, ഡ്രോപ്പിംഗ് പോലെ ആയിരിക്കും. ബി എന്ന് പറഞ്ഞ പോയിന്റ് അതിന് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി എത്ര ആയിരിക്കും? എം ജി എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ 0.5 ആണ്. പ്ലസ് ഒരു കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും ഹാഫും ബി സ്ക്വയർ. ഇവിടുന്ന് എം 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 എന്തായിട്ട് പോകും? ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്കിനി വളരെ വ്യക്തമായിട്ട് വെലോസിറ്റി കാണാം. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കിയ വെലോസിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നോക്കണം, ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 2g ഈസ് ഈക്വൽ ടു ഇവിടുന്ന് 2.5 ക്യാൻസൽ ജി ഈസ് ഈക്വൽ ടു പ്ലസ് എന്തുണ്ടായിരിക്കും? നമുക്ക് ഇവിടുന്ന് വി സ്ക്വയർ എന്ന് വരും. പറഞ്ഞേ, അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തുണ്ടായിരിക്കും? 2g മൈനസ് ജി, ദാറ്റ് ഈസ് ജി ആണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ജിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ് 10. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 10 എടുക്കണമെന്ന്. അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 10 ആണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു √10 മീറ്റർ പെർ സെക്കൻഡ്. സോ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഓർത്തിരിക്കണം, ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഉള്ളത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കി, ഈ ഒരു ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എ സ്ഫെറിക്കൽ ബോഡി ഓഫ് മാസ് 100 gram ഈസ് ഡ്രോപ്പ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 10 മീറ്റർ. ഓക്കെ, 10 മീറ്റർ ഹൈറ്റ് എന്ത് ചെയ്യുന്നു? ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. The ground, after hitting the ground, the body rebounds to a height of 5 meter. The impulse of force imparted by the ground to the body is given by. ഓക്കെ, വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ബോഡിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റ് നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എത്രയാ? 10 മീറ്റർ ഹൈറ്റ് നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഡ്രോപ്പിംഗ് ആയതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ താഴെ വന്ന് ഇവിടെ കൊളീഷൻ നടന്നുമ്പോൾ താഴെ എത്താനാകുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ടായിരിക്കും. ആ വെലോസിറ്റിനെ ഞാൻ യു എന്ന് പറയും. ഓക്കെ, ഇരിക്കട്ടെ, യു എന്ന് പറയും. ഈ ഒരു കൊളീഷന് ശേഷം ഇത് ഇവിടുന്ന് റീബൗണ്ട്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിന് ഇനീഷ്യൽ ഹൈറ്റിലേക്ക് വരാൻ കഴിയുന്നില്ല. ഒരു എത്ര ഹൈറ്റിലേക്ക് എത്തുന്നുള്ളൂ? 5 മീറ്റർ ഹൈറ്റിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വെലോസിറ്റി വി വെലോസിറ്റി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന എന്താ കണ്ടത്? ഇമ്പൾസ് ആണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം പീരീഡ്. അവ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫൈനൽ മൊമെന്റം മൈനസ് എന്തായിരിക്കും? ഇനീഷ്യൽ മൊമെന്റം. അവ ചേഞ്ച് ഇൻ മൊമെന്റമാണ് നമ്മുടെ ഇമ്പൾസ്. അവ ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടാൽ നമുക്ക് ഇമ്പൾസ് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? വെലോസിറ്റി കാണാൻ പോവാണ്. മാസ് എം എൻ ആണല്ലോ. ഓക്കെ, മാസ് വന്നിട്ടുണ്ട് 100 gram ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നോക്കി, ഐ ഈസ് ഈക്വൽ ടു എം വി ഫൈനൽ വെലോസിറ്റിയാണ്. ഫൈനൽ വെലോസിറ്റി നമുക്ക് ഇവിടുന്ന് വി കിട്ടും മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് കിട്ടുന്ന എത്രയിലേക്കും പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടോ? ഇനീഷ്യൽ വെലോസിറ്റി ഡയറക്ഷൻ നേരെ താഴോട്ടായതുകൊണ്ട് മൈനസ് എന്ത് വരും? എം യു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ക്യാൻസൽ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് എമ്മിനെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ വി പ്ലസ് യു. ഇതായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ഇമ്പൾസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇമ്പൾസ് കാണാം. അപ്പോൾ ആദ്യം വെലോസിറ്റി കാണണം. പറഞ്ഞേ, വി എന്ന് പറഞ്ഞ യു എന്ന് പറഞ്ഞ വെലോസിറ്റി നമുക്കറിയാം എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഇവിടെ കൈനറ്റിക് എനർജി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യു ഈസ് ഈക്വൽ ടു √2g h എന്ന് പറഞ്ഞാൽ 10. പറഞ്ഞ വി ഈസ് ഈക്വൽ ടു √2g h എന്ന് പറഞ്ഞാൽ 5. ക്ലിയർ ആണല്ലോ? അപ്പോൾ ജിക്ക് ഞാൻ 9.8 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റൂട്ട് എന്തായിരിക്കും? 2 × 98 വരും. പറഞ്ഞ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 × 5 10, ഇവിടെ 98 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി ഇമ്പൾസ് കാണാലോ. മാസ് എത്ര എന്നുള്ളത് 100 gram ആണ്. ദാറ്റ് മീൻസ് 0.1 × √98 പ്ലസ് √2 × 98 ആണല്ലോ. രണ്ട് ടേമിലും നമുക്ക് എന്ത് ചെയ്യാം? √98നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ പറഞ്ഞ 0.1 × √98നെ പുറത്തെടുത്താൽ 1 + √2 വരും. ഇതിനെ സോൾവ് ചെയ്യാം. നോക്കണേ, അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നത് അല്ലേ √100ൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി നമുക്കറിയാം എത്ര കിട്ടുന്നത്? 10 അറേഞ്ച് വരുന്നു. സോ നമുക്ക് കിട്ടുന്ന ആൻസർ ഈസ് അപ്രോക്സിമേറ്റ്ലി ദാറ്റ് ഈസ് 2.39 കിലോഗ്രാം പെർ
മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2.39 ആയിരിക്കും നമുക്ക് കിട്ടുന്ന റൈറ്റ് ആൻസർ. സോ 2.39 ഈസ് ദി കറക്റ്റ് ആൻസർ. ഓർത്തിരിക്കണേ, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ, സംശയമില്ലല്ലോ? ഓക്കെ, അപ്പോൾ മനസ്സിലാക്കണം, ഇതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ഓർത്തിരിക്കണേ, ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 2.39 ശേഷം അടുത്ത ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് ഓൺ എ സെനർ ഡയോഡ്. സെനർ ഡയോഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് പറയാം എ സെനർ ഡയോഡ്. നോക്കി, ഇവിടെ നമുക്ക് കാണേണ്ടത് ദ കറണ്ട് ത്രൂ ദി സെനർ ഡയോഡ്. സെനർ ഡയോഡിലൂടെ പോകുന്ന കറണ്ടാണ് നമുക്ക് കാണേണ്ടത്. പറഞ്ഞു നോക്കിയേ, ഈ പോകുന്ന കറണ്ടിന് ഞാൻ I1 എന്ന് വിളിക്കും, സെനറിലൂടെ പോകുന്ന കറണ്ടിന് IZ എന്ന് വിളിക്കും, ഈ 500 ഓമിലൂടെ പോകുന്ന കറണ്ടിന് ഞാൻ I2 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, I1 കാണാം. പറഞ്ഞേ, ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് I1 ആണല്ലോ. എങ്ങനെ I1 കാണാം മക്കളെ? പറഞ്ഞു നോക്കിയേ, ഇവിടെ 20 വോൾട്ടേജ് സപ്ലൈ ആണെങ്കിൽ ഇത് 0, ഇത് 0, ഇത് 0, ഇത് 0, ഇവിടേക്ക് വരുന്നത് 20 വോൾട്ടേജ് ആയിരിക്കും, ആണല്ലേ? പിന്നെയോ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്, സെനർ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും, 10 വോൾട്ടേജ് വരും, ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി പറഞ്ഞ 200 ഓമിലൂടെ പോകുന്ന കറണ്ടാണ് I1. പറഞ്ഞ 200 ഓമിലൂടെ പോകുന്ന കറണ്ടാണ് I1. പറഞ്ഞ I1 എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ കിട്ടുന്നത് 20 - 10 ഡിവൈഡഡ് ബൈ 200, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/20. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, I2 കാണണം. പറഞ്ഞ I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന 500 ഓമിലൂടെ പോകുന്ന കറണ്ട് അല്ലേ? പറഞ്ഞ അതിന് അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്കറിയാം 10 - 0 ഡിവൈഡഡ് ബൈ 500, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/50 ആണ്. യെസ്, അതിൽ കിർച്ചോഫിൻ്റെ ജംഗ്ഷൻ റൂൾ പ്രകാരം നമുക്ക് പറയാം IZ എന്ന് പറഞ്ഞാൽ I1 മൈനസ് എന്തായിരിക്കും, I2 ആണ്. I1 മൈനസ് I2 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. നോക്കിയേ, അപ്പോൾ I1 എന്ന് പറഞ്ഞാൽ 1/20, I2 എന്ന് പറഞ്ഞാൽ 1/50. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ഡിവൈഡഡ് ബൈ 50 - 20, ദാറ്റ് ഈസ് 5 - 2, 5 - 2 വരും, ദാറ്റ് ഈസ് 3/100 എന്ന് കിട്ടും. ഓർത്തിരിക്കണം, 3/100. ക്ലിയർ അല്ലേ? 30. ഓക്കെ, ശ്രദ്ധിക്കണേ, അത് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന ആൻസർ IZ ഈസ് ഈക്വൽ ടു 1/20 മൈനസ് 1/50 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50 - 20 ഡിവൈഡഡ് ബൈ 5 × 2 10 വരും, ദെൻ 20. സോ ഈ 0 ക്യാൻസൽ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും, 30 മില്ലി ആംബിയർ ഈസ് ദി റൈറ്റ് ആൻസർ. ഓർത്തിരിക്കണം, 30 മില്ലി ആംബിയർ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? So next question, all surface shown in the figure assumed to be frictionless, okay, frictionless, and the pulleys and the string are light. The acceleration of the block of mass 2 kgs. നമുക്കറിയാം, ഈ കാണുന്ന മാസിന് ഒരു mg 2g എന്ന് പറഞ്ഞ ഫോഴ്സ് താഴോട്ടുണ്ടായിരിക്കും. അതിൻ്റെ 2 കമ്പോണൻറ്റുകൾ, ഇവിടെ ഒന്ന് 2g എന്തായിരിക്കും, sin 30 ആയിരിക്കും, നെക്സ്റ്റ് 1 2g cos 30. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്തുണ്ടാവുക, 2g sin 30. ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് 2g എന്തായിരിക്കും, cos 30 ആണ്. ഓക്കെ, ഹിയർ ഇറ്റ്സ് എ ടെൻഷൻ T, ഇറ്റ്സ് ടെൻഷൻ T. നോക്കണേ, ഇതിൻ്റെ ആക്സിലറേഷൻ, ഈ കാണുന്ന ടേമിൻ്റെ ആക്സിലറേഷൻ ഞാൻ എന്ത് പറയുന്നു, A2 എന്ന് പറയുന്നു. ഈ 2 kg ബ്ലോക്കിൻ്റെ ആക്സിലറേഷൻ A1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്കറിയാം L ഈസ് എ കോൺസ്റ്റൻറ്റ്. പറഞ്ഞ L എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആണ്. L1 + L2 + L3 ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ വി ക്യാൻ സേ ഫ്രം ഹിയർ അക്കോർഡിംഗ് ടു കൺസ്ട്രെയിൻഡ് മോഷൻ, സോ -A1 + A2 2A2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 0. യെസ്, ഓർത്തിരിക്കണം. സോ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും, A2 കിട്ടും. A2 ഈസ് ഈക്വൽ ടു A1 ഡിവൈഡഡ് ബൈ 2. ഓർത്തിരിക്കണേ, A2 ഈസ് ഈക്വൽ ടു A1 ഡിവൈഡഡ് ബൈ 2. ഹിയർ A2 ഈസ് ഈക്വൽ ടു A1 ഡിവൈഡഡ് ബൈ 2. യെസ്, അങ്ങനെങ്കിൽ ഇനി ഇവിടെ നോക്കണേ, ഫോർ 2 kg, നോക്കിയേ, ഫോർ 2 kg എന്ന് പറഞ്ഞ മാസിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം T - 2g sin 30 ഈസ് ഈക്വൽ ടു MA 2A1 എന്ന് കിട്ടും. പറഞ്ഞ sin 30ൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ പറഞ്ഞ 2 മൈനസ് എന്നിട്ടായിരിക്കും sin 30ൻ്റെ വാല്യൂ 1/2, 1/2 2 ക്യാൻസൽ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും, G ഈസ് ഈക്വൽ ടു 2A1. സോ ദിസ് ഇക്വേഷൻ നമ്പർ 1. സിമിലർലി ഇതേപോലെ തന്നെ ഫോർ kg പറഞ്ഞ 4 kg എന്ന് പറഞ്ഞ മാസിനെ കൺസിഡർ ചെയ്യുമ്പോൾ
നമുക്കറിയാം ഇവിടെ ടു ടി ആണ് ടെൻഷൻ വരുന്നത്. അപ്പോൾ ഹിയർ ടോട്ടൽ ടെൻഷൻ 2T ആയിരിക്കും. ഹിയർ ദി വെയിറ്റ് എത്രയായിരിക്കും? mg4g ആണ്. സോ നോക്കിയേ, അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് നമുക്ക് കാണാം. പറഞ്ഞേ 4 kg 4 kg കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 4g - 2t = ma. മാസ് എത്രയാ? 4 ആണ്. എ എന്ന് പറഞ്ഞാൽ A2 ആണ്. നോക്കി, അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? 4g - 2t = 4. A2 എന്ന് പറഞ്ഞാൽ A1 / 2. ഇവിടെ നമുക്ക് 2 വരും. ഈ കാണുന്ന ഇക്വേഷനൊക്കെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2g - t = A1 എന്ന് വരും. ഓർത്തിരിക്കണേ, 2g - t = A1, ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ ആണല്ലോ? സോ ഇക്വേഷൻ നമ്പർ 2. ഈ കാണുന്ന രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ദി A1. നമുക്ക് രണ്ട് ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാൻ പോവുകയാണ്. നോക്കേ, ഇക്വേഷൻ ആഡിന് ഇക്വേഷൻ നമ്പർ 1 and 2 1 ഉം 2 ഉം ആഡ് ചെയ്യുമ്പോൾ ഈ ടിയും -tയും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി 2g - g എത്രയായിരിക്കും? g ആണ്. ഓക്കെ, അപ്പോൾ g = പറഞ്ഞ രണ്ടും കൂടി ജസ്റ്റ് അഡീഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2a1 + a1, അപ്പോൾ 3a1. therefore a1 = g/3. so a1 = g/3. a1 is the acceleration of 2 kg mass. Clear alle? Yes, right. So next question. A closed organ pipe whose frequency of fundamental note is 30 Hz, a certain amount of water is now poured into an organ pipe so that its fundamental frequency is increased to 110 Hz. If the organ pipe has a cross-section area is 2 centimeters square, the amount of water poured in the organ tube is -gram. The speed of the sound in air is 330 meters per second. Okay. നോക്കണേ, അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം വി ആർ കൺസിഡറിങ് ആൻ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ഉണ്ട്. അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി നമുക്കറിയാം. ഇതാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്ന ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞേ ആ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്രയാ? 30 Hz തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി v / 4l ദാറ്റ് ഈസ് ഈക്വൽ ടു 30. വിൻ്റെ വാല്യൂ 330 / 4l ഈസ് ഈക്വൽ ടു 30. സോ ഹിയർ വി ക്യാൻ ഫൈൻഡ് ദി എൽ. സോ 100 ക്യാൻസൽ, 30 11 വരും. സോ നമുക്ക് കിട്ടുന്നത് എൽ ഈസ് ഈക്വൽ ടു 11/4 മീറ്റർ. ഓർത്തിരിക്കണേ, ഈ കാണുന്ന ലെങ്ത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാ? 11/4 മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത്. ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? യെസ്, റൈറ്റ്. ഇനി ശ്രദ്ധിക്കണം, ഇനി എന്താ ചെയ്യുന്നത്? എ സർട്ടൻ എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് നൗ പോർഡ് ഇൻ ടു ദി ഓർഗൻ പൈപ്പ്. ആ ഓർഗൻ പൈപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു സർട്ടൈൻ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലേക്ക് പോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിലേക്ക് വാട്ടർ നിറച്ചിട്ടുണ്ട്. വാട്ടർ നിറച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഫണ്ടമെൻ്റൽ വേവ് ഇതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണല്ലോ. പറഞ്ഞ ഈ കാണുന്ന ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? L' എന്ന് പറയാം. ഓർത്തിരിക്കണം, ഇത് L'. ഈ കാണുന്ന ഡിസ്റ്റൻസിന് ഞാൻ എക്സ് എന്ന് പറയണം. വാട്ടർ നിറയുന്ന ഹൈറ്റ് എക്സ് എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 2 cm² ആണ്. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു നോക്കി, ആ വാട്ടർ ഒഴിച്ചതിന് ശേഷം അവിടെ നമുക്ക് കിട്ടുന്ന ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ v / 4l' ഈസ് ഈക്വൽ ടു 110 ആണ് കിട്ടുന്നത്. v എന്ന് പറഞ്ഞാൽ 330 ആണ്. അപ്പോൾ 330 / 4l' ഈസ് ഈക്വൽ ടു 110 കിട്ടും. 0 ക്യാൻസൽ. സോ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ L' ഈസ് ഈക്വൽ ടു എത്രയിരിക്കും? 3/4. നോക്കി, L' ഈസ് ഈക്വൽ ടു 3/4 മീറ്റർ ആണോ? L' ഈസ് ഈക്വൽ ടു 3/4 മീറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എക്സ് കാണാമല്ലോ മക്കളെ. പറയൂ, നമുക്ക് എന്ത് കാണാം? എക്സ് കാണാം. എങ്ങനെ എക്സ് കാണാം? ഇതല്ലേ നമ്മുടെ എക്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് L - L' ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സ് ഹൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാട്ടർ പോർ ചെയ്യുന്നത്. പറഞ്ഞേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 11/4 - 3/4 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യണം? സെൻറ്റിമീറ്ററിലാണ് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഇത് മീറ്ററിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സെൻറ്റിമീറ്ററിലേക്ക് പറയുമ്പോൾ ഇൻറ്റു 100 ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 നമുക്ക് കിട്ടുന്ന ആൻസർ ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പോൾ 11 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നു. സോ /4. സോ 200 സെൻറ്റിമീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന എക്സ് എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ എക്സ് ഹൈറ്റിൽ ഏകദേശം 200 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് വാട്ടർ ലെവലിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നിറച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കാണേണ്ടത് എമൗണ്ട് ഓഫ് വാട്ടർ ആണ്. സോ മാസ് ആണ് കാണേണ്ടത്. പറഞ്ഞ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ. അപ്പോൾ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം.
വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, യെസ്, അത് പറഞ്ഞേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1 gram per centimeter ക്യൂബ് ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാ, ബേസ് ഏരിയ എത്രയാണുള്ളത് 2 cm² ആണ്, ഇൻറ്റു ഹൈറ്റ് എത്രയായിരിക്കും 200 cm² ആണ്. നോക്കി, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാസ് എന്ന് പറഞ്ഞാൽ 2 × 2 4, ദാറ്റ് ഈസ് 400 gram ഈസ് ദി മാസ്. ഓർത്തിരിക്കണം, നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും, 400 gram ആയിരിക്കും ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ നോക്കി, എ സീലിംഗ് ഫാൻ ഹാവിംഗ് 3 blades of length 80 cm each is rotating with an angular velocity of 1200 rpm. The magnetic field of Earth in that region is 0.5 Gauss and angle of dip is 30 degree. The EMF induced across the blade is n pi × 10⁻⁵ volt. Find the value of n. n ആണ് നമുക്ക് കാണേണ്ടത്. നോക്കി, n കാണണമെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാം. നോക്കി, ഇവിടെ നിന്നുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇ, ബി ഇ എന്നിട്ടുണ്ട്. എത്ര ബി എന്നിട്ടുള്ളത്? ദാറ്റ് ഇസ് വാല്യൂ ഈസ് 0.5 ഇൻറ്റു 0.5 ഗോസ് ആണ്. പറഞ്ഞ 0.5 ഗോസിന് ടെസ്ലയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 10⁻⁴ എന്തായിരിക്കും? ടെസ്ലയാണ് നമുക്ക് ഇത് കിട്ടുന്നത് മാഗ്നറ്റിക് ഫീൽഡ്, എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് നമുക്ക് ബി ഇ വരുന്നത്. ബൈ മേക്ക് ആൻ ആംഗിൾ അവിടെ 30 ഡിഗ്രിയാ. ഡിപ്പ് ഈസ് ഈക്വൽ ടു എത്രയാ? 30 ആ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് വെർട്ടിക്കൽ കമ്പോണൻറ്റ് കിട്ടും. എത്രയാ? ബി ഇ ഇൻറ്റു സൈൻ 30 ആണ്. ഓക്കെ, ബി ഇ ഇൻറ്റു സൈൻ 30 എന്ന് കിട്ടും. ബി ഇൻറ്റു സൈൻ 30. ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പറയാം ബി വി ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ബി വി കിട്ടും. പറഞ്ഞ് വെർട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് വി ബി ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു 10⁻⁴ ഇൻറ്റു സൈൻ 30, ദാറ്റ് ഈസ് 1/2. സോ 0.24 ഇൻറ്റു 10⁻⁴ ടെസ്ല ഈസ് ദി ബി വെർട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഒമേഗ ആണല്ലോ. പറഞ്ഞ ഒമേഗ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്രയാ? 1200 RPM ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1200 ഇൻറ്റു RPM 2π എന്ത് കിട്ടും? 60. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്? 0 ഇറ്റ്സ് 2, ദാറ്റ് ഈസ് 40π radian/second ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒമേഗ. മറന്നു വരുത്, ഒമേഗ ഈസ് ഈക്വൽ ടു എത്രയാ? 40π ആണ് കിട്ടുന്നത്. അപ്പോൾ ഒമേഗ 40π കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വളരെ കൃത്യമായിട്ട് ഇ എം എഫ് കാണാമല്ലോ. പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇ എം എഫ് ഈസ് ഈക്വൽ ടു BL² ω/2. സോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു ബി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെർട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡാണ്. എത്രയാ? 0.24 അല്ലെങ്കിൽ നമുക്ക് 0.25 കിട്ടുമല്ലേ? 0.25 ഇൻറ്റു, ശ്രദ്ധിക്കണേ, 0.25 ഇൻറ്റു 0.25 into 10⁻⁴ L². ലെങ്ത് ഈസ് ഓൾസോ ഗിവൺ ദാറ്റ് 80 cm ലെങ്ത് ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 0.8 2 ഇൻറ്റു ഒമേഗ എത്രയാ? 40π ആണ്, ഡിവൈഡഡ് ബൈ 2. ഓർത്തിരിക്കണേ, 40π ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാലോ. സോ വി ക്യാൻ ഫൈൻഡ്, ഈ കാണുന്ന 2ഉം 40 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ 20 കിട്ടും. സോ പൈ അവിടെ ഇരിക്കട്ടെ, കാരണം തന്നിരിക്കുന്ന ഓപ്ഷൻ ഇൻ ടേംസ് ഓഫ് പൈയിലാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാ? 3.25 62. സോ 3.2π ഇൻറ്റു 10⁻⁻⁴. ഓക്കെ, 10⁻⁻⁴ എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. നോക്കണേ, നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അല്ലെങ്കിൽ ഇവിടെ നോക്കി നോക്കി എന്താ? nπ ഇൻറ്റു 10⁻⁵ എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു പോയിന്റ് കൂടി ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പറയാം 32π ഇൻറ്റു 10⁻⁵ വോൾട്ടാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ദെർഫോർ n ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 32. n ഈസ് ഈക്വൽ ടു 32. ഓർത്തിരിക്കണം, n ഈസ് ഈക്വൽ ടു എന്താണ്? 32. വൺസ് എ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? n ഈസ് ഈക്വൽ എത്രയാ? 32 ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വെരി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ carrying current of √2a in the direction from south east to north west is placed. നോക്കേ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. ഓക്കെ, നോക്കാം.
അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ പറഞ്ഞത് സൗത്ത് ഈസ്റ്റ് ടു നോർത്ത് വെസ്റ്റ് ഈസ് പ്ലേസ്ഡ് പറഞ്ഞ സൗത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സൗത്ത് ഈസ്റ്റ് ടു നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഓർത്തിരിക്കണേ. അതെങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഇറ്റ്സ് എബൌട്ട് എ 45 ഡിഗ്രി അല്ലേ, 45 ഡിഗ്രി എവിടെ ആയിരിക്കണം? ഫ്രം ദി മാഗ്നറ്റിക് മെറീഡിയൻ. മാഗ്നറ്റിക് മെറീഡിയനിൽ നിന്ന് ഏകദേശം ഒരു 45 ഡിഗ്രിയിലായിരിക്കും നമുക്ക് എന്തുള്ളത് അതിനെ കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കണ്ടത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. പറഞ്ഞ മക്കളെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം ILB സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് F/L ഈസ് ഈക്വൽ ടു IB സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ √2B ഇൻറ്റു സൈൻ 3045 ആണ് 1/√2 എന്ന് കിട്ടും. പറഞ്ഞ B എന്ന് പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാ? ബിന്റെ വാല്യൂ ഈസ് ഗിവൺ ദാറ്റ്, ശ്രദ്ധിക്കണം, ഇവിടുന്ന് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവണം കേട്ടോ. ശ്രദ്ധിക്കണേ, ഹിയർ ദി മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ നമുക്ക് അറിയാം. ദാറ്റ് ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഫോഴ്സ് പെർ യൂണിറ്റ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 3.5 ഇൻറ്റു 10⁻⁻5 ആണ്. മറന്നു വരുത്. ബിയുടെ വാല്യൂ എത്രയാ? 3.5 ഇൻറ്റു 10⁻⁻5 ആണ് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ. ഓക്കെ, ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? 1/√2. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇവിടെ √2 ക്യാൻസൽ ആയിപ്പോയി. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കിട്ടാൻ പോകുന്ന ആൻസർ 3.5 ഇൻറ്റു 10⁻⁻5 ആണ്. സോ ഇത് നമുക്ക് 10⁻⁻6ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കിതിന് 35 ഇൻറ്റു 10⁻⁻6 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 35 ഈസ് ദി റൈറ്റ് ആൻസർ. ഓർത്തിരിക്കണേ, ഇവിടെ ഉണ്ടാകുന്ന ആൻസർ എത്രയായിരിക്കും? 35 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ? ഓക്കെ, ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന ആൻസർ. ശ്രദ്ധിക്കണേ. അപ്പോൾ ഓർത്തിരിക്കണം, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അത് ഇവിടെ നമ്മൾ കൊടുക്കാൻ വിട്ടുപോയതാണ്. ശ്രദ്ധിക്കണം കേട്ടോ. 3.5 ഇൻറ്റു 10⁻⁻5 ടെസ്ലയാണ് മാഗ്നറ്റിക് ഫീൽഡ് തന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Each of 3 blocks P, Q and R shown in the figure has a mass of 3 kg. Each of the wire A and B has a cross-sectional area 0.005 centimeter square and the Young's modulus 2 into 10⁻11 Newton per meter square. Neglecting the friction, the longitudinal strain on the wire B is. So we want to find the longitudinal strain. Okay, so നമുക്ക് longitudinal strain ആണ് കാണുന്നത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ കാണണമെങ്കിൽ നമുക്ക് ആദ്യം പറയാം ഇതിൻ്റെ ഫോൺസ് പറഞ്ഞു. നോക്കിയേ, ഇവിടെ നിന്നുണ്ടായിരിക്കും ഒരു വെയിറ്റ് താഴോട്ടുണ്ടായിരിക്കും, ആണല്ലോ. ശ്രദ്ധിക്കണം, PQR. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഇവിടുന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത് AB എ ഫിഗർ ഹാസ് R ഷോൺ ഹാവ് മാസ് 3 kg. അപ്പോൾ ഇവിടെ 3 kg ആയതുകൊണ്ട് ഇവിടുന്ന് 3G എന്ന് പറഞ്ഞൊരു MG എന്ന് പറഞ്ഞ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ടുണ്ടായിരിക്കും. ഇവിടെ ടെൻഷൻ ഉണ്ടായിരിക്കും, ഇതിൻ്റെ ആക്സലറേഷൻ താഴോട്ടായിരിക്കും. സോ ഹിയർ ടെൻഷൻ T'. ഓക്കെ, സോ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് ആക്സലറേഷൻ കാണാം. പറഞ്ഞ ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് ആക്സലറേഷൻ ആണ്. എങ്ങനെ ആക്സലറേഷൻ കാണാം? mg. പറഞ്ഞ mg 3g ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് എത്രയായിരിക്കും? പറഞ്ഞേ 3 + 3 ഇൻറ്റു ma. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് 3g ഈസ് ഈക്വൽ ടു 9a. സോ a ഈസ് ഈക്വൽ ടു 3/9g. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3g ഈസ് ദി ആക്സിലറേഷൻ. ഓർത്തിരിക്കണേ, 1/3g ആണ് ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കി നമുക്കിവിടെ ടെൻഷൻ കാണാം. പറഞ്ഞു നോക്കി, സം ഫ്രം ദിസ് ഇക്വേഷൻ 3g - t. 3g - t ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 3a. 3g - t ഈസ് ഈക്വൽ ടു 3a. ഇവിടുന്ന് നമുക്ക് ടെൻഷൻ കിട്ടും. പറഞ്ഞേ 3 ഇൻറ്റു g - a. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു g - a. a മീൻസ് g/3. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2g എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ. ഓർത്തിരിക്കണേ, നമുക്ക് കിട്ടുന്ന ടെൻഷൻ എത്രയാ? 20 ന്യൂട്ടൺ ആണ് ദ ടെൻഷൻ ഇൻ എ സ്ട്രിങ് കിട്ടുന്നത്. ആ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷൻ 20ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കി, നമുക്ക് യങ്സ് മോഡുലസ് അറിയാം. എന്താ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? സ്ട്രെയിൻ കിട്ടും. എന്താ സ്ട്രെയിൻ്റെ ഇക്വേഷൻ? ദാറ്റ് ഈസ് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ടെൻഷൻ ഡിവൈഡഡ് ബൈ ഏരിയ ആണല്ലോ. അപ്പോൾ ടെൻഷൻ ഡിവൈഡഡ് ബൈ AY ഈസ് ദി സ്ട്രെയിൻ. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന സ്ട്രെയിൻ ഉള്ളത്. അങ്ങനെയാണ് നോക്കിയൊക്കെ, സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണം, സോ നമുക്ക് കിട്ടുന്ന സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു
മറന്നു വരുന്നത് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ടെൻഷൻ നമുക്ക് വന്നിട്ടുണ്ട് 20 ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ഏരിയ നമുക്ക് വന്നിട്ടുണ്ട് എത്രയാ 5 × 10⁻⁻7 മീറ്റർ ആണ്. ഓക്കെ, സെന്റിമീറ്റർ സ്ക്വയർ മീറ്ററിലേക്ക് മാറ്റിയതാണ്, മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി. ഇനിയോ അവിടുന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? യങ്സ് മോഡുലസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ 2 × 10⁻11. ഓർത്തിരിക്കണം, ഈ 2ഉം 5ഉം 20 നമുക്ക് ക്യാൻസൽ ചെയ്യാം, 4ഉം 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ദി റൈറ്റ് ആൻസർ ഈസ് 2 × 10⁻, ഇവിടെ ബാക്കി 4 ഉണ്ടായിരിക്കും, 4 മോളിൽ പോകും, -4. 2 × 10⁻⁴. സോ ദി റൈറ്റ് ആൻസർ ഈസ് 2 ഇസ് ദി ഫൈനൽ ആൻസർ. ഓർത്തിരിക്കണം, 2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ദാറ്റ് ഇസ് ദി സ്ട്രെയിൻ. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ ഡിസ്ക് ഓഫ് മാസ് 5 kg ആൻഡ് റേഡിയസ് ദാറ്റ് ഇസ് 2 meter rotating with an angular velocity of 10 radian/second about an axis perpendicular to the plane of rotation. An identical disk is kept gently over a rotating disk along the same axis. The energy dissipated so that both disks continues in rotating together without slipping is dash joule. So അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ എനർജിയാണ് കാണുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഫൈനൽ ആംഗുലർ വെലോസിറ്റി നമുക്കറിയില്ല. ആ ഒരു ബോഡിയുടെ ആ രണ്ട് ഐഡന്റിക്കൽ ഡിസ്കുകൾ തമ്മിൽ റൊട്ടേറ്റ് ചെയ്യുന്ന വെലോസിറ്റി നമുക്കറിയില്ല. സോ യു വാണ്ട് ടു ഫൈൻഡ് ദിസ് ആംഗുലർ വെലോസിറ്റി, ഫൈനൽ ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ഫൈനൽ ആംഗുലർ വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് കൺസിഡർ ചെയ്യുന്നു? മൊമെൻറ്റം കൺസർവേഷൻ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. പറഞ്ഞ ഇനീഷ്യൽ ആംഗുലർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫൈനൽ ആംഗുലർ മൊമെൻറ്റം. പറഞ്ഞേ എന്താ? ഇനീഷ്യൽ I1 ω1 ഈസ് ഈക്വൽ ടു I2 ω2 ആണ്. പറഞ്ഞ ഇനീഷ്യലി ഒരു ഡിസ്ക് മാത്രം റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസ്കിൻ്റെ മാസ് m ആണ്. അപ്പോൾ mr²/2 ആയിരിക്കും അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. രണ്ടാമത്തെ ഡിസ്ക് രണ്ട് ഐഡൻറ്റിക്കൽ ഡിസ്കുകളാണ്. അപ്പോൾ രണ്ട് മാസ്, അപ്പോൾ m+m വരുന്നുണ്ടായിരിക്കും r²/2 ω2. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ω2 കാണാം. മക്കളെ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്കറിയാം m എന്ന് പറഞ്ഞ മാസ് 5 ആണ്. 5 × r², അതിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 2 മീറ്റർ ആണ്. അപ്പോൾ 2² / 2 എന്ന് കിട്ടും. ω1 നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 10 ആണ്. സിമിലർലി രണ്ടാമത്തെ കേസിൽ ഇത് 2 ഐഡന്റിക്കൽ ഡിസ്ക് ആണ്. അതുപോലെ തന്നെ മറ്റൊരു ഐഡന്റിക്കൽ ഡിസ്ക് അതിൻ്റെ മുകളിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ മാസ് 5 + 5 എന്തായിരിക്കും? 10 ആണ്. റേഡിയസ് എന്തുതന്നെയാണ്? 2² ആണ്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എന്ത് കിട്ടും? ω2. ഇവിടെ നമുക്ക് എന്ത് കാണണം? ω2 കാണണം. സോ 2 ക്യാൻസൽ, 2² ക്യാൻസൽ. സോ 10 ക്യാൻസൽ. ω2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 5 radian/second കിട്ടും. ω2 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? എനർജി ചേഞ്ചിന്, ലോസ് ഇൻ എനർജി അഥവാ ∆E ഈസ് ഈക്വൽ ടു E ഇനീഷ്യൽ മൈനസ് എന്തായിരിക്കും? E ഫൈനലാണ്. പറഞ്ഞേ. അപ്പോൾ ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ റൊട്ടേഷനിലാണ്. അപ്പോൾ ½ I1 ω1² മൈനസ് എന്തായിരിക്കും? ½ I2 ω2² ആണ്. അങ്ങനെ പറഞ്ഞു. ഓക്കെ. സോ നമുക്കറിയാം I1 എന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരിക്കും? 5 × 2² ω1 തന്നിരിക്കുന്നത് 10 ആണ്. അപ്പോൾ 10² വരും. ഈസ് ഈക്വൽ ടു ½ I2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ കേസിൽ രണ്ട് മാസ് കൺസിഡർ ചെയ്യണേ. അപ്പോൾ 10 × 2² × 5² എന്ന് വരും. ഇതാണ് മൈനസ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന എനർജി ലോസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ. സോ ഇവിടുന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹാഫ് 4 കിട്ടും. ആ 4ഉം ഇവിടുന്ന് കാണുന്ന 4 നമുക്ക് ക്യാൻസൽ ചെയ്യാം. സിമിലർലി ഇവിടെ നമുക്ക് ഉണ്ടാവും 4 ക്യാൻസൽ ചെയ്യാം. സോ ഈ കാണുന്ന 4 ക്യാൻസൽ ചെയ്തു, ഈ കാണുന്ന 4 ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ബാക്കി വരുന്നത് 5 × 100 ദാറ്റ് ഈസ് 500. അപ്പോൾ ഡെൽറ്റ എനർജി ഈസ് ഈക്വൽ ടു 500 മൈനസ് ഇവിടെ നിന്നായിരിക്കും 25, അവ 250 ജൂൾ എന്ന് വരും. ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 250 ജൂൾ ഈസ് ദി ഫൈനൽ ആൻസർ. ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ലോസ് ഇൻ എനർജി അല്ലെങ്കിൽ എനർജി ഡെസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 250 ജൂളാണ്. യെസ്, റൈറ്റ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കി, 2 cells are connected in the opposite as shown. സെൽ E1 ഈസ് 8 volt. അതേപോലെ തന്നെ നമുക്ക് പറയാം സെൽ E2 ഈസ് എത്രയാണ്? അതിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് 2 ohm ആണ്. ഓക്കെ, അതോ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് 2 ohm ആണ്. അതേപോലെ തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് 2 ohm. ഈ കാണുന്ന E2ന്റെ വോൾട്ടേജ് EMF 2 ആണ്. മാത്രമല്ല അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് 4 ohm ആണ്. സോ ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് E2 ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് E2. പറഞ്ഞ മക്കളെ, ടെർമിനൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് E2 V ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ.
പറഞ്ഞു നോക്കിയേ വി ഈസ് ഈക്വൽ ടു നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് വി ഈസ് ഈക്വൽ ടു ഇ എന്തായിരിക്കും പ്ലസ് ഐ ആർ ഇ പ്ലസ് ഐ ആർ വി ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ഐ ആർ ആണ് ഇവിടെ ഉണ്ടാകുന്ന ഇക്വേഷൻ. നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് അതിലൂടെ പോകുന്ന ഓരോ കറണ്ട് കാണാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് കണ്ട് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടൻഷ്യൽ കാണാം. എന്തായാലും നമുക്ക് ഈ സർക്യൂട്ടിൽ പോകുന്ന കറണ്ട് നമുക്കറിയില്ല. സോ വി വാണ്ട് ടു ഫൈൻഡ് ദി കറണ്ട്. പറഞ്ഞേ നമുക്ക് ഇവിടെ ഹയർ വോൾട്ടേജ് 8 ആയതുകൊണ്ട് ഇതിലൂടെ എന്തുണ്ട്, ഒരു ഐ എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യാണ് എന്ന് അസ്യൂം ചെയ്യാം. സോ ദിസ് കറണ്ട് ഐ. ഓക്കെ, ഈ ഒരു സർക്യൂട്ടിനെ ഒന്ന് റീഡ്രോ ചെയ്യാൻ പോവാണ്. നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസും കൂടി കൂട്ടത്തിൽ നിന്ന് കാണിക്കാൻ പോവാണ്. ഇവിടെ നിന്നുണ്ടായിരുന്നു ഒരു 8 വോൾട്ട് സെൽ ഉണ്ടായിരുന്നു. ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സെൽ ഉണ്ടായിരുന്നു, ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സെല്ലുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയേ, ഈ കാണുന്നത് 8 വോൾട്ടേജ് ആണ്. ഇത് 2 ഓം റെസിസ്റ്റർ ആണ്. ഇത് എത്രയാണ്, 2 വോൾട്ടേജ് ആണ്. ഇത് കാണുന്നത് 4 ഓം റെസിസ്റ്റർ ആണ്. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കാണാം. അപ്പോൾ ഇതിലൂടെ എന്തുണ്ട്, ഒരു ഐ എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, നോക്കണം. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്ത ഡയറക്ഷൻ നോക്കി നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് നമുക്കറിയാം. പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. നോക്കി, കറണ്ട് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടേ ഫ്ലോ ചെയ്യുള്ളൂ, ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇതിൽ കിർച്ചോഫിന്റെ വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യാം. പറഞ്ഞ കിർച്ചോഫിന്റെ വോൾട്ടേജ് സം ഓഫ് ദി വോൾട്ടേജ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ആൾവേസ് 0 ആണല്ലോ പറഞ്ഞ മക്കളെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നു ഇവിടേക്ക് എത്തി. സോ പോസ്റ്റ് നെഗറ്റീവിലേക്ക് അപ്പോൾ മൈനസ് എന്നുണ്ടായിരിക്കും 4i എന്ന് വരും. പോസ്റ്റ് നെഗറ്റീവിലേക്ക് അപ്പോൾ -2 എന്ന് വരും. വീണ്ടും പോസ്റ്റ് നെഗറ്റീവിലേക്ക് അപ്പോൾ മൈനസ് എന്നുണ്ടായിരിക്കും 2i എന്ന് വരും. നെഗറ്റീവ് പോസിറ്റീവിലേക്ക് അപ്പോൾ പ്ലസ് എന്ത് കിട്ടും, 8 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് കാണാം. പറഞ്ഞേ എത്രയാ, 8 -2 എന്ന് പറഞ്ഞാൽ 6 ഈസ് ഈക്വൽ ടു -4i പ്ലസ് -2i എന്ന് പറഞ്ഞാൽ പ്ലസ് 6i, അഥവാ i ഈസ് ഈക്വൽ ടു 1 ആംപിയർ. ഈ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് 1 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കിയൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഈ സെല്ലിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് ഡിഫറൻസ് ആണ് കാണാൻ പോകുന്നത്. കാരണം ഇതിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പോവുകയാണ്. പറഞ്ഞു നോക്കി. അപ്പോൾ ഇതിൽ ഞാൻ കിർച്ചോഫിൻ്റെ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞു ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ ഞാൻ വി എ എന്നും ഇതിന് ഞാൻ വി ബി എന്നും വിളിക്കുകയാണെങ്കിൽ പറഞ്ഞു നോക്കി, വി എ മൈനസ് എന്നുണ്ടായിരിക്കും 4i. ഓക്കെ, 4i മൈനസ് എന്നുണ്ടായിരിക്കും 2 ഈസ് ഈക്വൽ ടു വി ബി എന്ന് കിട്ടും. പറഞ്ഞേ ഇവിടുന്ന് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കാണേണ്ടത്. വി എ മൈനസ് വി ബി ഈസ് ഈക്വൽ ടു 4i പ്ലസ് 2. നോക്കണേ, വി എ മൈനസ് വി ബി അതാണ് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഐ എത്രയാണ്, 1 ആണ്. പ്ലസ് എന്നുണ്ടായിരിക്കും 2, ദാറ്റ് ഈസ് 6 വോൾട്ടേജ് ഈസ് ദി റൈറ്റ് ആൻസർ. ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആൻസർ എത്ര വോൾട്ടേജ് ആയിരിക്കും, 6 വോൾട്ടേജ് ആണ്. ക്ലിയർ ആണല്ലോ, സംശയമില്ലല്ലോ, ഓർത്തിരിക്കണം. സോ ദിസ് ദി റൈറ്റ് ആൻസർ. ഓർത്തിരിക്കണം. ഇതാണ് നമുക്ക് ഈ കാണുന്ന CB അല്ലെങ്കിൽ E2 എന്ന് പറഞ്ഞ ടെർമിനൽ അക്രോസ് ആയിട്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ, ശ്രദ്ധിക്കണം കേട്ടോ. വേഗം പോയിട്ട് ഈ -IR എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുക്കരുത്, തെറ്റിക്കരുത്. ഇവിടെ നമുക്ക് V ഈസ് ഈക്വൽ ടു -IR ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഇവിടെ നമുക്ക് കിട്ടുന്ന V ഈസ് ഈക്വൽ ടു E പ്ലസ് IR എന്ന് പറഞ്ഞ റിലേഷനാണ് ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചു നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ, എ ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഓൺ എൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈസ് ഹാവിംഗ് എനർജി ഈസ് ഈക്വൽ ടു -0.85 eV. ദ മാക്സിമം നമ്പർ ഓഫ് അലൗഡ് ട്രാൻസിഷൻ ടു ലോവർ എനർജി ലെവൽ ഈസ്. നോക്കി. അപ്പോൾ ഇത് രണ്ട് മൂന്ന് രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ 0.85 ഈസ് ഈക്വൽ ടു എനർജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം -13.6 ഡിവൈഡഡ് ബൈ n² ആണ്. ഹൈഡ്രജൻ ആയതുകൊണ്ട് സെറ്റിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ സെറ്റിന് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് നമുക്ക് n കിട്ടും. നോക്കിയോക്കെ, നെഗറ്റീവ് ക്യാൻസൽ. അപ്പോൾ n² ഈസ് ഈക്വൽ ടു 13.6 ഡിവൈഡഡ് ബൈ 0.85 ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇത് കിട്ടും. ഇറ്റ്സ് വാല്യൂ ഈസ് n² ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും, 136 1360 ഡിവൈഡഡ് ബൈ 85 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 16 കിട്ടുന്നുണ്ടാവും. നോക്കി. അപ്പോൾ n ഈസ് ഈക്വൽ ടു √16 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടുന്ന് n-ൻ്റെ വാല്യൂ എത്രയാണ്, 4 ആണ്. അപ്പോൾ n-ൻ്റെ വാല്യൂ 4 ആണെങ്കിൽ ഇനി ശ്രദ്ധിക്കണേ, നമുക്ക് ഇവിടുന്ന് കാണാം എന്താണ് മാക്സിമം നമ്പർ ഓഫ് അലൗഡ് ട്രാൻസിഷൻ കാണാൻ നമ്മളുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞിരുന്ന ഇക്വേഷൻ n ഇൻറ്റു n-1/2. സോ ദി ആൻസർ ഈസ് 4 ഇൻറ്റു 4 - 1 എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 6 അല്ലെ. 2 4 ക്യാൻസൽ, 6 ഈസ് ദി റൈറ്റ് ആൻസർ. ഓർത്തിരിക്കണം, ആൻസർ എത്ര ആയിരിക്കും, 6 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28.
A capacitor of capacitance C and potential V has energy E. It is connected to another capacitor of capacitance 2C and potential 2V. Then loss of energy. So we want to find this loss of energy. ഓക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായിരുന്നാലും എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് സി ആണ്, വി വോൾട്ടേജ് ആണ്. അപ്പോൾ ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഹാഫ് സി വി സ്ക്വയർ ആയിരിക്കും എനർജി. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു അനദർ കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റൻസ് 2C. അപ്പോൾ നോക്കി, ആ ഒരു 2C കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിനെ ഞാൻ ഇ ഡാഷ് എന്ന് വിളിക്കാം, എനർജിനെ ഇ ഡാഷ് എന്ന് വിളിക്കാം. പറഞ്ഞ ഹാഫ് കപ്പാസിറ്റൻസ് എത്രയാണ്? 2C ആണ്. അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 2V ഹോൾ സ്ക്വയർ എന്ന് വരും. പറഞ്ഞേ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് ഇ ഡാഷ് ഈസ് ഈക്വൽ ടു, ഇവിടുന്ന് ഹാഫ് ഹാഫ് ക്യാൻസൽ ആയി, അല്ലെങ്കിൽ വേണ്ട ഹാഫ് അവിടെ ഇരിക്കട്ടെ, ഇവിടെ നിന്നുണ്ടായിരിക്കും 2C ഉണ്ടായിരിക്കും, ഇവിടെ നിന്നുണ്ടായിരിക്കും 4V സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഹാഫ് സി വി സ്ക്വയറിന് നമുക്ക് എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് ഇ എന്ന് കൊടുക്കാം. അപ്പോൾ ഇ ഡാഷ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 8E എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇ ഡാഷ് ഈസ് ഈക്വൽ ടു 8E. മറന്നു പോരുത്. ഇ ഡാഷ് ഈസ് ഈക്വൽ ടു ഹാഫ് 2C, ഇവിടെ 4V സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം? ദ ഹാഫ് സി വി സ്ക്വയറിനെ നമുക്ക് എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് ഇ ആണല്ലോ. ഹാഫ് സി വി സ്ക്വയർ ഇ ആണല്ലോ. സോ ഇ ഡാഷ് ഈസ് ഈക്വൽ ടു 8E ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇനീഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 8E പ്ലസ് ഇ, ദാറ്റ് ഈസ് 9E. ഇതാണ് ടോട്ടൽ ഇനീഷ്യൽ എനർജി. മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കണം, ദ ടു കപ്പാസിറ്റേഴ്സ് ആർ കണക്ട്. രണ്ട് കപ്പാസിറ്റേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഓർത്തിരിക്കണേ, അവിടെ എന്തായിരിക്കും? ഒരു കോമൺ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. പറഞ്ഞേ, കോമൺ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം. V0 ഈസ് ഈക്വൽ ടു C1V1 പ്ലസ് C2V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ആണ്. അപ്പോൾ ഇവിടുന്ന് ആൻസർ CV പ്ലസ് രണ്ടാമത്തത് 4CV ഡിവൈഡഡ് ബൈ C പ്ലസ് 2C ആണ്. അഥവാ 5V/3 ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന കോമൺ പൊട്ടൻഷ്യൽ. രണ്ട് കപ്പാസിറ്റേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമൺ പൊട്ടൻഷ്യൽ എത്രയാ? 5V ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും കോമൺ പൊട്ടൻഷ്യൽ. സോ 5V ഡിവൈഡഡ് ബൈ 3 ഇസ് ദി കോമൺ പൊട്ടൻഷ്യൽ. 5V ഡിവൈഡഡ് ബൈ 3 നോക്കണേ. അപ്പോൾ 5V ഡിവൈഡ് ബൈ 3 ആണെങ്കിൽ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഓൾസോ ഫൈൻഡ് ദി ഫൈനൽ പൊട്ടൻഷ്യൽ. സോ വി വാണ്ട് ടു ഫൈൻഡ് ദി ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. പറഞ്ഞ യു ഫൈനൽ ഈസ് ഈക്വൽ ടു ഹാഫ് സി വി നോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് 2C ഇൻറ്റു വി നോട്ട് സ്ക്വയർ എന്ന് വരും. സോ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? വി ക്യാൻ ഓൾസോ ഫൈൻഡ് ദി ഫൈനൽ പൊട്ടൻഷ്യൽ. സോ ഫൈനൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുന്ന് 2 ക്യാൻസൽ ആയി പോകും. സോ ഇവിടുന്ന് നമുക്ക് 3/2 എന്തുണ്ടായിരിക്കും? CV0 സ്ക്വയർ എന്നായിരിക്കും ഫൈനൽ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടുന്നത്. ഓർത്തിരിക്കണേ, ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 3/2 CV0 സ്ക്വയർ. ഈ V0 എന്ന് പറഞ്ഞാൽ കോമൺ പൊട്ടൻഷ്യൽ ആണെന്ന് നമുക്കറിയാം. പറഞ്ഞ്, അപ്പോൾ കോമൺ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ വി ക്യാൻ ഫൈൻഡ് ദി ഫൈനൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 3/2C. ഈ കാണുന്ന കോമൺ പൊട്ടൻഷ്യലിൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ എത്രയായിരിക്കും? 25V സ്ക്വയർ ഡിവൈഡഡ് ബൈ 3ൻ്റെ സ്ക്വയർ എത്രയായിരിക്കും? 9 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഈ 9ഉം 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3 ടൈംസ്. ഓക്കെ, സോ ബാക്കി നമുക്ക് വരുന്നത് യു ഫൈനൽ ഈസ് ഈക്വൽ ടു എന്നുണ്ടായിരിക്കും? ദാറ്റ് ഈസ് 25 ഡിവൈഡഡ് ബൈ 3E എന്ന് വരും. ഓർത്തിരിക്കണം, 25 ഡിവൈഡ് ബൈ 3E. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ കിട്ടി, ഫൈനൽ പൊട്ടൻഷ്യൽ കിട്ടി. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഓൾസോ ഫൈൻഡ് ദി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ചേഞ്ച് ഇൻ എനർജി കാണാമല്ലോ. സോ അതായിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ലോസ് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ലോസ് ഇൻ എനർജി കാണണമെങ്കിൽ യു ഇനീഷ്യൽ മൈനസ് എന്തായിരിക്കും? യു ഫൈനൽ. പറഞ്ഞേ, ഇനീഷ്യൽ എനർജി നമുക്ക് കിട്ടുന്നത് യു ഇനീഷ്യൽ മൈനസ് യു ഫൈനൽ എനർജി, ദാറ്റ് ഈസ് ദി ലോസ് ഓഫ് എനർജി. അങ്ങനെയെങ്കിൽ ഇനീഷ്യൽ ടോട്ടൽ എനർജി നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ 9E ആണ്. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടിട്ടുണ്ട് 25/3E ആണ്. സോ അതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 27 - 25 ഡിവൈഡഡ് ബൈ 3E എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3E. ഓർത്തിരിക്കണേ, എത്ര കിട്ടുന്നത്? 2/3E ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം. നമ്മുടെ ചോദിച്ചിട്ടുള്ളത് x/3E വേർ ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. സോ ദി ഫൈനൽ ആൻസർ ഈസ് എക്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 2 ആണ്. സോ 2/3E 2 ആയിരിക്കും നമ്മുടെ ആൻസർ ഉള്ളത്. നമുക്കറിയാം ഇതൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ 2 ഇസ് ദി ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The distance between the object and its 2 times magnified real image as produced by a convex lens is 45 centimeter.
ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് യൂസ്ഡ് ഈസ്. അപ്പോൾ ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. ശ്രദ്ധിക്കണേ, അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ ഈ കാണുന്ന കോൺവെക്സ് ലെൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒബ്ജക്റ്റിനെ കെപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഒബ്ജക്റ്റ് ഈസ് 2 times ഓഫ് ദി മാഗ്നിഫൈഡ് ഇമേജ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്തുണ്ടായിരുന്നു, ഒരു ഒബ്ജക്റ്റ് വെച്ചിരുന്നു. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് h ആണ്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷൻ നടന്നുകൊണ്ട് നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇമേജ് കിട്ടുന്നുണ്ട്. ദാറ്റ് ഇമേജ് ഹാസ് എത്രയാ 2 times മാഗ്നിഫൈഡ്. അപ്പോൾ 2h എന്ന് പറഞ്ഞ ഹൈറ്റുള്ള ഇമേജ് ആണ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ ഈ കാണുന്ന ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം, ഐ ചൂസ് ആസ് എക്സ്. ഈ കാണുന്ന ഡിസ്റ്റൻസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും, നമുക്കറിയാം ദാറ്റ് ഇസ് 2x. അങ്ങനെയെങ്കിൽ വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് ഈസ് 45 centimeter ആണ്. ഓർത്തിരിക്കണേ, ഈ കാണുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, 45 centimeter ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് യൂസ്ഡ്. നമുക്ക് എന്ത് ചെയ്യാം, ലെൻസ് ഫോർമുലയിലേക്ക് വരാം. സോ വളരെ കൃത്യമാണ്. ഇവിടുന്ന് ലെൻസ് ഫോർമുല പ്രകാരം നമുക്കറിയാം എന്തായിരിക്കും, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും, എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും, എക്സ് പ്ലസ് 25. സോ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2x ഈസ് ഈക്വൽ ടു 45. ദാറ്റ് ഈസ് 3x ഈസ് ഈക്വൽ ടു 45. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 15 centimeter എന്ന് കിട്ടും. നോക്കി, അപ്പോൾ യു എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്, 15 centimeter ആയിരിക്കും. പക്ഷേ ആ പോളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈൻ കൺവെൻഷൻ നെഗറ്റീവ് ആയിരിക്കും. മാത്രമല്ല ഇതേപോലെ തന്നെ പോളിൽ നിന്ന് ലെഫ്റ്റിലോട്ടെന്നല്ല ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ലൈറ്റ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നെഗറ്റീവ് എന്നും പറയാറുണ്ട്. സിമിലർലി നമുക്ക് വി കാണാം, വി എത്രയാ 2x ആണ്. ആ 15 into 2 ദാറ്റ് ഈസ് 30 ആയിരിക്കും, പ്ലസ് 30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പറയാം 1/v minus 1/u is equal to 1/f. So 1/30 minus 1/-15 is equal to 1/f. So 1/30 plus 1/15 is equal to 1/f. പറഞ്ഞ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 plus 15 divided by 30 into 15 that is equal to 1/f. പറഞ്ഞേ 30 into 15 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 45 ആണ്. ദാറ്റ് ഇസ് 3 into 40 ദാറ്റ് 45. 45 into 10 ദാറ്റ് ഇസ് 450 is equal to 1/f. സോ നോക്കട്ടെ, 45 can be cancel. അപ്പോൾ 1/f is equal to 1/10 centimeter. Therefore f is equal to 10 centimeter. അപ്പോൾ ഓർത്തിരിക്കണം, ഇവിടെ നമുക്ക് കിട്ടുന്ന ഫോക്കൽ ലെങ്ത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും, 10 centimeter ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസാണ്, കോൺവെക്സ് ലെൻസ് ആയിരിക്കും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? യെസ്. So next question, the displacement. Okay, a motion in a straight line എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The displacement and increase in the velocity of moving particle in the time interval of t to t1 plus 1 second are 125 meter and 50 meter per second respectively. The distance traveled by the particle in t plus 2th second is ഡാഷ് മീറ്റർ. സോ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഒന്നാമത് കാണേണ്ടത് നമുക്ക് എന്ത് കാണണം, ആക്സിലറേഷൻ കാണണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ആക്സിലറേഷൻ നമുക്ക് കാണാം. എന്താ ആക്സിലറേഷൻ ഇക്വേഷൻ, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. പറഞ്ഞ് വി നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാ വി ഉള്ളത്, 50 ആണ്. പറഞ്ഞ ടൈം എത്രയായിരിക്കും, അറ്റ് 1 second ആണോ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആക്സിലറേഷൻ എത്രയായിരിക്കും, 50 meter per second square per second ആയിരിക്കും, അല്ലെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആക്സിലറേഷൻ. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ n+1th സെക്കൻഡ്. നോക്കി, ഡിസ്പ്ലേസ്മെന്റ് ഇൻ n+1th സെക്കൻഡ് തന്നിട്ടുണ്ട്, എത്രയാ 125 ആണ്. ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് nth ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ nth സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. S is equal to u plus ലെ half into a to n minus 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോ സിമിലർലി ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. സിമിലർലി നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഇൻ n+1th സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാ 125 ആണ്. ആ 125 ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത്, u പ്ലസ് a/2 50/2 ഇൻറ്റു 2 into n എന്ന് പറഞ്ഞ ടൈമാണ്. ടൈം എത്രയാ, n+1 ആണ്, അല്ലെങ്കിൽ നമുക്ക് t+1 എന്ന് പറയാം. ഓക്കെ, t+1 മൈനസ് എന്തായിരിക്കും, 1 ആയിരിക്കും. നോക്കി, ഇതിനൊന്ന് സോൾവ് ചെയ്ത് അറേഞ്ച് ചെയ്യാം. നോക്കി, ഇതിനെ സോൾവ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടുന്നത് ദാറ്റ് ഈസ് 125 ഈസ് ഈക്വൽ ടു u പ്ലസ് ഇവിടെ 25 ഉണ്ടായിരിക്കും, ഇവിടെ 2t + 2 - 1 എന്ന് വരും.
പറഞ്ഞ 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് കിട്ടുന്നത് u ഈസ് ഈക്വൽ ടു 125 മൈനസ് എന്തായിരിക്കും 25 ഇൻറ്റു 2t പ്ലസ് 1. സോ ദിസ് ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ ആണല്ലോ? ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടും. ഇതേപോലെ തന്നെ ഞാനിനി സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പോവുകയാണ്. സെക്കൻഡ് വൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടി പ്ലസ് 2th സെക്കൻഡ്. പറഞ്ഞ് ടി പ്ലസ് 2th സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് പോവുകയാണ്. പറഞ്ഞ് ആ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് തന്നിട്ടില്ല, S2 എന്ന് പറയാം. പറഞ്ഞ അപ്പോൾ S2 ഈസ് ഈക്വൽ ടു യു പ്ലസ് അവിടെ ഉണ്ടാകുന്ന ആക്സലറേഷനും എത്ര തന്നെയാണ് 50/2 തന്നെയാണ്. പറഞ്ഞ് 2 ഇൻറ്റു ടൈം എത്രയാണെന്നാണ് 2 പ്ലസ് ടി പ്ലസ് 2 മൈനസ് എന്ന് പറയാം 1 എന്ന് പറയാം. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ S2 ഈസ് ഈക്വൽ ടു യു പ്ലസ് ഇവിടെ 25 എന്ന് വരും, ഇവിടെ 2t പ്ലസ് 2 മൈനസ് 1 എന്ന് വരും. അപ്പോൾ S2 ഈസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ ആ യുവിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന 125 മൈനസ് 25 ഇൻറ്റു 2t പ്ലസ് നെഗറ്റീവിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കണേ, ജസ്റ്റ് ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ യുവിൻ്റെ ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. 125 മൈനസ് 25 ഇൻറ്റു 2t മൈനസ് എന്നുണ്ടായിരിക്കും 25 പ്ലസ് ഇനി ഈ ടേമും കൂടെ ഉണ്ടായിരിക്കും. അഥവാ 25 ഇൻറ്റു 2t പിന്നെ എന്തായിരിക്കും ഇവിടെ 2 പ്ലസ് 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ പ്ലസ് 1 ആയിരിക്കും. അപ്പോൾ അവിടെ എന്തായിരിക്കും പ്ലസ് 25 കൂടെ ഉണ്ടായിരിക്കും. നോക്കി, ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ടേമും എന്തായിട്ട് പോകും, ക്യാൻസൽ ആയി പോകും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് വാല്യൂ കാണാം. ഇക്വേഷൻ നമ്പർ 1 and 2 കിട്ടൂലേ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ വളരെ കൃത്യമാണ്. S2 ഈസ് ഈക്വൽ ടു 125 S25 S2 ഈസ് ഈക്വൽ ടു 50. ഇവിടെ 2 ഇൻറ്റു 2 സോറി ഹിയർ 2 ഇൻറ്റു 2 4 ആണ് നമുക്ക് കിട്ടുക കേട്ടോ. ശ്രദ്ധിക്കണേ, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. S2 സോൾവ് ചെയ്തപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ശ്രദ്ധിക്കണം. S2 ഈസ് ഈക്വൽ ടു യു പ്ലസ് ഇവിടെ 25 ഉണ്ടായിരിക്കും, ഇവിടെ 2t പ്ലസ് 2 ഇൻറ്റു 2 4 മൈനസ് 1 എന്നാണ് വരുന്നത്. അപ്പോൾ നോക്കി, അപ്പോൾ S2 ഈസ് ഈക്വൽ ടു യു പ്ലസ് ഇവിടെ 25 ഇൻറ്റു 2t പ്ലസ് ഇവിടെ 3 വരും. അപ്പോൾ 25 ഇൻറ്റു 3 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് 1 ഇൻറ്റു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. പറഞ്ഞേ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ S2 ഈസ് ഈക്വൽ ടു യുവിൻ്റെ സ്ഥാനത്ത് ഇവിടെ 125 വരും, മൈനസ് എന്നുണ്ടായിരിക്കും ഈ കാണുന്ന ടേം. അപ്പോൾ 25 ഇൻറ്റു 2t മൈനസ് എന്നുണ്ടായിരിക്കും 25 പ്ലസ് അതിൻ്റെ കൂടെ ഈ കാണുന്ന ടേം ഉണ്ടാവില്ലേ 25 ഇൻറ്റു 2t പ്ലസ് എന്നുണ്ടായിരിക്കും 25 ഇൻറ്റു 3. നോക്കിയ മക്കളെ, ഇവിടുന്ന് ആര് ക്യാൻസൽ ആയിപ്പോയി, ഈ കാണുന്ന ടേമും ഈ കാണുന്ന ടേം പ്ലസ് ആൻഡ് മൈനസ് ആണ്, ക്യാൻസൽ ആയി പോകും. ഇനിയോ ബാക്കിയുള്ള ടേമിനൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ S2 ഈസ് ഈക്വൽ ടു 125 മൈനസ് 25 എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 25 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര ഇരിക്കും 75 മീറ്റർ. സോ നമുക്ക് കിട്ടുന്ന ആൻസർ ഈസ് 175 മീറ്റർ ഈസ് ദി റൈറ്റ് ആൻസർ. സോ 175 ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓർത്തിരിക്കണം, ഇതാണ് നമുക്ക് ഈ കാണുന്ന JEEയിൽ അഥവാ ജനുവരി 30 ചോദിച്ചിരുന്ന മോർണിംഗ് ഷിഫ്റ്റിൽ ഉണ്ടാകുന്ന 30 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏകദേശം വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസുകളായിരുന്നു. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്